ായിരുന്നു 3-4 ദിവസം അഡ്മിറ്റ് ആയിട്ട്. ഡെങ്കി ആയിരുന്നു. ഡെങ്കി വന്നോ? ആ ഓക്കെ, ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഡിഫറെന്റ് അസുഖങ്ങളാണ് കേൾക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ വോയിസ് ഓഡിയബിൾ അല്ലേ? കേക്കാം. ലാസ്റ്റ് വീക്ക് ആക്ച്വലി ആ ഒരു ലൈവ് വരുന്നത് യൂസ്ഫുൾ ആയിരുന്നു അല്ലേ? നമ്മ Q&A അല്ലേ? പ്രീവിയസ് Q&A Q&A നല്ലായിരുന്നു, നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. ലാസ്റ്റ് വീക്ക് 2 ബൈ ആണ് എടുത്തു തോന്നുന്നത് അല്ലേ? ആക്ച്വലി വേറൊരു ബൈയും കൂടി ഉണ്ടായിരുന്നു നമുക്ക് ഫ്രൈഡേ, പക്ഷെ ഞാനത് പ്ലേസ് ചെയ്തില്ല. ഓക്കെ, സോ ഒന്നാമത്തെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ വീക്ക്ലി ടൈം ഫ്രെയിം എടുത്ത സമയത്ത് നമ്മൾ ലാസ്റ്റ് സെഷനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി വീക്ക്ലി മാർക്കറ്റ് എന്താണ് ബെയറിഷ് ആണെന്നല്ലേ? ബെയറിഷ് മൂവ്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓൾസോ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ഡെയിലി എല്ലാ ടൈം ഫ്രെയിമിലും കൗണ്ടർ ടൈം ബുള്ളിഷ് ആണ്. ആൻഡ് വൺ മോർ തിങ്, വീക്ക്ലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു നെക്സ്റ്റ് സെല്ല് വീക്കിന്റെ എക്സ്പെക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ കാണുന്ന ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വി ഹാവ് ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, സ്ട്രോങ് ഫിയർ, അതിനുശേഷം പ്രൈസ് ബ്രേക്ക് ബ്ലോക്ക് വന്നു. ചാർട്ട്സ് വന്നില്ല? ഇല്ല. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. സ്പ്രിംഗ് കാണാലോ? സ്പ്രിംഗ് കാണാലോ ഇപ്പൊ? കാണാം കാണാം. ചാർട്ട് വന്നില്ല, സ്ക്രീൻ കാണാം. കാണാലോ? കാണാം. ഈ ഏരിയാസ്, ഈ ഒരു വീക്കിന്റെ എല്ലാ ഏരിയാസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അല്ലെ? നമ്മൾ മുമ്പത്തെ എല്ലാ Q&A ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ്. വീക്കിന്റെ പ്രൈസ് എവിടെ വന്ന് ടാപ്പ് ചെയ്തു? ബ്രേക്ക് ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു. ദെൻ പ്രൈസ് എന്ത് ചെയ്തു? താഴോട്ട് റിയാക്ട് ചെയ്തു. അഗൈൻ നമുക്ക് എന്ത് കിട്ടി ഇവിടെ? ലിക്വിഡിറ്റി സ്വീപ്പ്, ദെൻ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, വി ഹാവ് അനദർ സ്ട്രോങ് ഫിയർ. നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരുന്നു? അതിന്റെ മുമ്പത്തെ വീക്കിൽ പ്രൈസ് എവിടേക്ക് വരാൻ വേണ്ടിയാണ്? സംവെയർ ഹിയർ അല്ലെ? പ്രൈസ് നെക്സ്റ്റ് ടൈം എന്ത് ചെയ്തു? അവിടെ വന്ന് ടാപ്പ് ചെയ്തു. അഗൈൻ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ട്രോങ് ക്യൂർ വരികയല്ലേ? നമ്മൾ നെക്സ്റ്റ് എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഈ കാണുന്ന POയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എൻട്രി എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ Q&A'നകത്തും ഡിസ്കസ് ചെയ്യുന്ന ഏരിയ ആണ് ഈ ഒരു കാണുന്ന ഏരിയ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു ഏരിയ പ്രൈസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തും കൂടി പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വി ഹാവ് ലിക്വിഡിറ്റി അല്ലെ? നമുക്ക് എന്തുണ്ട് ഇവിടെ? ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി പ്രൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലിക്വിഡിറ്റി നമുക്ക് ഈ ഒരു ഹൈനെ അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് ഇവിടെ ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ദെൻ ഇത്രയാണ് വീക്കിന്റെ ഡയറക്ഷൻ. മാർക്കറ്റ് ഓൾറെഡി വീക്ക്ലി എന്താണ്? ബെയറിഷ് ആണ്. സോ നമ്മൾ 1% അല്ലെങ്കിൽ 2% റിസ്ക് ചെയ്ത് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിന് നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെല്ലാണ് കുറച്ചുകൂടി നല്ല പോസിബിലിറ്റി. ദെൻ നെക്സ്റ്റ് നമ്മൾ വീക്കിന്റെ ഡയറക്ഷൻ കിട്ടി നേരെ ഡെയിലിയിലേക്ക് പോയി. ബേസ്ഡ് ഓൺ ഡെയിലി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പ്രീവിയസ് Q&A ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, സ്ട്രോങ് ക്യൂം, പ്രൈസ് QML ടാപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് താഴോട്ട്. ഫോൾ ഈ ഏരിയ എല്ലാം നമ്മൾ എന്ത് ചെയ്താണ്? ഒരു Q&A ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഏതാ നോക്കുമ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ്, ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി? സ്ട്രോങ് ക്യൂം കിട്ടി. ദെൻ ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ നമുക്ക് എന്തും കിട്ടി? ഒരു വീക്ക് ക്യൂം കൂടെ പ്രൈസ് ക്രിയേറ്റ് ചെയ്തു. സോ ഇൻസൈഡ് ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറിന് മുമ്പ്, ഈ സ്ട്രോങ് ക്യൂം ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് തന്നെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? അനദർ പ്രൊട്ടക്റ്റഡ് ഹൈ അല്ലെ? ഇന്റേണലി നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്, ദെൻ വി ഹാവ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. ഓക്കെ, സോ നമുക്ക് ഇതും എന്താണ്? ഒരു ട്രേഡിന് വേണ്ടി കൺസിഡറബിൾ ആണ്. ലാസ്റ്റ് ദെൻ നമ്മൾ പ്രൈസ് എവിടെ നിന്നാണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്? ബ്രേക്ക് ബ്ലോക്ക് അല്ലെ? ഫസ്റ്റ് ടൈം വന്ന് സെക്കൻഡ് ടൈം വീണ്ടും എന്ത് ചെയ്തു? പ്രൈസ് ഹൈ കളക്ട് ചെയ്തു. ഓക്കെ ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു? ഹൈ കളക്ട് ചെയ്തതിനാണ് ശേഷം പ്രൈസ് എങ്ങോട്ട് ഫോളോ ചെയ്തേ? താഴോട്ട് ഫോളോ ചെയ്ത്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ഈ ഒരു ട്രേഡിംഗ് റേഞ്ച് കംപ്ലീറ്റ് ആവുന്നതാണ് അല്ലെ? ഫ്രം ഈ ഒരു സ്ട്രോങ് ക്യൂം ടു ഈ ഒരു വീക്ക് ക്യൂം കംപ്ലീറ്റ് ആവുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു വീക്ക് ക്യൂം എടുക്കുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രൈസ് ആ ഒരു വീക്ക് ക്യൂം എടുത്തിട്ടുണ്ടോ? ഇല്ല ഇല്ല
ഇല്ല, പകരം പ്രൈസ് എങ്ങോട്ട് വന്നു? തിരിച്ച് മുകളിലോട്ട് റിയാക്ട് ചെയ്യാണ്. സോ ഈ മുകളിലോട്ട് പോകുന്നത് നീ നോക്ക്, ഏതെങ്കിലും ഒരു റാൻഡം ഏരിയ എന്നല്ല പ്രൈസ് എന്ത് ചെയ്യുന്നത്, തിരിച്ച് ഒരു ബുള്ളിഷ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റാൻഡം ഏരിയ എന്നല്ല. പ്രൈസ് വി ഹാവ് ലിക്വിഡിറ്റി സ്വീപ്പ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ സ്ട്രോങ് ഹിയർ ആൻഡ് വി ഹാവ് ലിക്വിഡിറ്റി സ്വീപ്പ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വീക്ക് ഹിയർ. ദാറ്റ് മീൻസ് കൗണ്ടർ ട്രെൻഡിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ട്രേഡിംഗ് റേഞ്ചിനെയാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, റെസ്പെക്ട് ചെയ്തത്. കാണാൻ പറ്റുന്നുണ്ടോ? സോ ഈ സെല്ലേഴ്സ് ഈ ഒരു മാർക്കറ്റിനകത്ത് സ്പെഷ്യലി സ്ട്രോങ് ആണെങ്കിൽ പ്രൈസ് മസ്റ്റ് ബി എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ വീക്കും പ്രൈസ് എന്ത് ചെയ്യണ്ടായിരുന്നു, ബ്രേക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ട് പ്രൈസ് ഇല്ല. പ്രൈസ് എന്ത് ചെയ്തു, എന്റെ ഇത് കാണുന്ന പ്രൊട്ടക്റ്റഡ് ലോ പ്രൈസ് എന്ത് ചെയ്തു, ഹോൾഡ് ചെയ്തു അല്ലെ. എന്നിട്ടാണ് പ്രൈസ് തിരിച്ച് എങ്ങോട്ട് കയറി വരുന്നത്, മുകളിലോട്ട് കയറി വരുന്നത്. അറ്റ്ലീസ്റ്റ് പ്രൈസ് ഇതിന് താഴെ, ഓക്കെ, ഇതിന് താഴെ അറ്റ്ലീസ്റ്റ് പ്രൈസ് ഒരു ക്യാൻഡിൽ വിക്കോട് കൂടെയെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യായിരുന്നു, ഒരു ബെയറിഷ് കോൾ എക്സ്പെക്ട് ചെയ്യായിരുന്നു വെച്ചാല്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെറിയൊരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യായിരുന്നു. പക്ഷെ അതൊന്നും പ്രൈസ് ചെയ്തിട്ടില്ല. പ്രൈസ് ഇവിടെ ചുമ്മാ എന്ത് ചെയ്ത് ഏരിയ പ്രൊട്ടക്ട് ചെയ്ത് സംവറോൺ ടേർമൽ ലൈൻ ഓർ EOI ഡിമാൻഡ് സോൺ ഓർ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, പ്രൈസ് റിയാക്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോവാ ചെയ്തത്, മുകളിലോട്ട് പോവാണ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ടൈം ഞാൻ ചില ഫോറക്സ് ട്രേഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ നെക്സ്റ്റ് സെൽ എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ സംവറോൺ ഈ കാണുന്ന ഏരിയ ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്റ്റിൽ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എങ്ങോട്ട് പോകുന്നതാണ്, മുകളിലോട്ട് പോകുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്യൂനകത്ത് ഡിസ്കസ് ചെയ്ത പോലെ, കഴിഞ്ഞ ക്യൂനകത്ത് ക്ലീൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് സാംസങ് ബ്രോയും വേറെ ആരോ 1-2 പേര് ഉള്ളായിരുന്നു. അതുപോലെ തന്നെ പ്രൈസ് ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ നമ്മളിനി മേ ബി അതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യാം, ഈ അൺമിറ്റിഗേറ്റഡ് വിക്ക് റെസ്പെക്ട് ചെയ്യാം. പക്ഷെ ഞാൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. റീസൺ, ഈ പ്രൈസ് ഈ ഒരു വീക്കും ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യായിരുന്നു, ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കായിരുന്നു. പക്ഷെ പ്രൈസ് എന്ത് ചെയ്യില്ല, ട്രൈ ചെയ്തിട്ടില്ല. ഈ ഒരു ലോ മീൻസ് റെസ്പെക്ട് ചെയ്യാൻ ചെയ്ത്. ദാറ്റ് മീൻസ് ഈ ഒരു ഹൈ എന്ത് ആവാനുള്ള ചാൻസ് ഉണ്ട്, വയലേറ്റ് ആവാനുള്ള അല്ലെങ്കിൽ ലിക്വിഡിറ്റി ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് പ്രൈസ് ഇവിടെ മോസ്റ്റ്ലി റിയാക്ട് ചെയ്യാനുള്ള ചാൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് പ്രൈസ് ഈ ഒരു ഏരിയ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഈ ഏരിയ കളക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രൈസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഒന്നെങ്കിൽ എവിടെ ആയിരിക്കാം, ഈ ഒരു അൺമിറ്റിഗേറ്റഡ് വിക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്ക് കൂടി ഇൻക്ലൂഡ് ആയിട്ട്. ദാറ്റ് മീൻസ് പ്രൈസ് മേ ബി നമുക്ക് റിയാക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ക്യാൻഡിൽ ഹിയർ, ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കാം, വിക്കോട് കൂടി ആയിരിക്കാം ക്ലോസ് ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല, നമുക്ക് നോക്കേണ്ടി വരും. ദെൻ ഒരു വിക്കോട് കൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായി, ഇവിടെയുള്ള എല്ലാ സെൽ ഓർഡേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കളക്ട് ചെയ്ത്. ഇനി ഇവിടെ എന്തില്ല, പ്രൈസ് റിയാക്ട് ചെയ്ത് താഴോട്ട് വന്ന് അഗെയിൻ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ ഫെയിൽഡ് ആവണം, നെക്സ്റ്റ് പ്രൈസ് മുകളിലോട്ട് പോവാണെങ്കിൽ ഇവിടെ ഒന്നും ഇനി എന്തില്ല, എക്സ്പെക്ട് ചെയ്യാൻ ഏരിയാസ് ഇല്ല. സോ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ടേഷൻ എവിടെയാണ്, ഈ ഒരു വീക്കിന്റെ EOI ആണ്. സോ നമുക്ക് നോക്കാം വരുന്ന ഡേയ്സ് മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് മൺഡേസിൽ എന്ത് ചെയ്യാം നോക്കാം. അപ്പൊ ഇനി എന്തുകൊണ്ട് ബൈ എടുത്തു, ഓക്കെ, എന്തുകൊണ്ട് ഞാൻ ലാസ്റ്റ് വീക്ക് മൊത്തം ബൈ എടുത്തു. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കാണുന്ന സ്ട്രോങ് ലോ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പ്രൈസ് എങ്ങോട്ട് പോകുന്നത്, മുകളിലോട്ട് പോകുന്നത്. സോ ബേസ്ഡ് ഓൺ കൗണ്ടർ ട്രെൻഡ് മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആണ്. പ്ലസ് പ്രൈസ് ഒരു ഡെയിലിന്റെ ട്രേഡിംഗ് റേഞ്ചിൽ റിയാക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ എങ്ങോട്ട് പോകുന്നത്, ബുള്ളിഷിലേക്ക് പോകുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ ഒരു മാർക്കറ്റിനകത്ത് ബൈ പോസിബിലിറ്റി മോർ ദാൻ 70% ഉണ്ട്. ഓക്കെ, 50-50 പോലും ചാൻസ് അല്ല, മോർ ദാൻ 70%. റീസൺ എന്തുകൊണ്ടാണ്, കൗണ്ടർ ട്രെൻഡ് ബുള്ളിഷ് ആണ്, മീൻസ് ഡെയിലിന്റെ ബേസിൽ കൗണ്ടർ ട്രെൻഡ് ബുള്ളിഷ് ആണ്, ഡെയിലിന്റെ ഹയർ ടൈം ഫ്രെയിം പീരിയഡ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, വീക്കും എന്ത് ചെയ്തിട്ടില്ല, ഫെയിൽഡ് ആയില്ല. സോ എന്തുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വീക്ക് മൊത്തം എന്ത് ചെയ്തത്, ബൈ ഓപ്പർച്യൂണിറ്റി നോക്കിയത്. സോ എന്തുകൊണ്ട് ബൈ, ഓക്കെ, നമുക്ക് നമ്മൾ ആസ് യൂഷ്വൽ നോക്കുന്ന പോലെ എന്തുണ്ടായിരുന്നു, ഏഷ്യന്റെ ലോ എക്റ്റഡ് ആയുള്ള സിനാരിയോസ് നമുക്ക് എവിടെ ഉണ്ടായിരുന്നു, മാർക്കറ്റിനകത്ത് ഉണ്ടായിരുന്നു അല്ലേ. സോ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എവിടെ കിട്ടിയത്, ഹിയർ, ലിക്വിഡിറ്റി സ്വീപ്പ്, then breakout structure. നമുക്ക് എന്ത് കിട്ടി, ഒരു സ്ട്രോങ് ക്യാം കിട്ടി. പിന്നെ നമുക്ക് എന്തുകൂടെ വേണം, ഒരു വീക്ക് ക്യാമും കൂടെ വേണം അല്ലേ. സോ ലിക്വിഡിറ്റി സ്വീപ്പ് and we have breakout structure.
സോ എൻട്രി എക്സ്പെക്ട് ചെയ്ത് എവിടെയാണ്? QML ലൈൻ. വേറൊരു POIs നമുക്ക് എന്ത് ചെയ്യില്ല, ഇവിടെ എൻട്രി എടുക്കാനില്ലായിരുന്നു. അതിനു മുമ്പ് നമുക്ക് വേറെ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ബ്രേക്ക് ബ്ലോക്ക്. സോ വൈ നോക്ക്, ഓൾറെഡി പ്രൈസ് ഈ ഹൈ സ്വീപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒരു പോയിന്റ് കണ്ടില്ലേ, ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ട്, പ്രൈസ് ബ്രേക്ക് ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു, സെയിം പ്രൈസ് നമുക്ക് എൻട്രി കിട്ടിയ എവിടെയാണ്? QML ലൈൻ. QML ലൈൻ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. ഒന്നെങ്കിൽ കൺഫർമേഷൻ എൻട്രി എടുക്കാം, 1 or 3 മീൻസ്, ഓർ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർ എക്സാമ്പിൾ പ്രൈസ് POയിൽ വന്ന് ടാപ്പ് ചെയ്തു, ലിക്വിഡ് സ്വീപ്പ്, ബ്രേക്ക് സ്ട്രക്ചർ, അനദർ എൻട്രി ഓപ്പർച്യൂണിറ്റി ഹിയർ ബേസ്ഡ് ഓൺ 15 minutes. ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യായിരുന്നു? എൻട്രീസ് എടുക്കായിരുന്നു. സോ ഇതാണ് എന്റെ ഒന്നാമത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യായിരുന്നു? സെല് ചെയ്യായിരുന്നു. ഓക്കെ, സോ ആ സെല്ല് റിസ്ക് ആണെന്നല്ല, നമുക്ക് ആ ഒരു സെല്ല് നോക്കായിരുന്നു. സോ വൈ? based on internally we have liquidity sweep, breakout structure, strong liquidity sweep, breakout structure, weaker. Okay, direction പക്ഷെ എന്താണ്? based on pound 10 bullish ആണ്. ഈ സെല്ല് എടുത്തതിന് ഒരു തെറ്റുമില്ല, കുഴപ്പമില്ല. പക്ഷെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എവിടെയായിരുന്നു? ബൈ ആയിരുന്നു. ഓക്കെ, ആ ഒരു ബൈ സെറ്റപ്പ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കോഡിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് ബൈ? ആൻഡ് ഓൾസോ നമുക്ക് എന്തുണ്ടായിരുന്നു? QML ലൈൻ. സെക്കൻഡ് എൻട്രി നമുക്ക് എവിടെയായിരുന്നു? QML ലൈൻ അല്ലേ? പ്രൈസ് കറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓൾസോ നിന്റെ സെല്ലും ഓൾസോ വർക്ക് ചെയ്യുന്നു. പക്ഷെ നീ സെല്ല് എന്താക്കി വെച്ചു? ടൈറ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? അല്ലേ? തിരിച്ചുള്ള ബൈ അല്ലേ? എനിക്ക് ഫസ്റ്റ് ബൈ ഇവിടെ കിട്ടി, സെക്കൻഡ് ബൈ നിനക്ക് ഇവിടെ ഉണ്ടായി. ഇതാണ് എനിക്ക് പറഞ്ഞ കൺഫർമേഷൻ എൻട്രി ഇവിടെ കിട്ടിയത് അല്ലേ? പ്രൈസ് ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് മുന്നത്തെ ദിവസം ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു, ഷോർട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും എനിക്ക് ഇതിൽ ഞാൻ 1 hour നോക്കുമ്പോ തന്നെ ടാപ്പ് ചെയ്തായിരുന്നു ഞാൻ, അതുകൊണ്ടാണ് സെറ്റിൽ നോക്കാതെ ഈ ഷോർട്ട് ആക്ച്വലി നമ്മൾ അന്ന് പ്ലേസ് ചെയ്ത ഓർഡർ അല്ലേ? ഷോർട്ട് നമ്മൾ എടുത്തതാണ്. സോ എന്തുകൊണ്ടാണ് ഷോർട്ട് ഉണ്ടായിരുന്നത്? പ്രൈസ് ഓൾറെഡി H4 എവിടെ കിടക്കുന്നത്? H4 POയിലാണ്. ഈ POയിൽ റിയാക്ട് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. പ്രൈസ് അവിടെ വന്നു, ടാപ്പ് ചെയ്ത് ഫോൾ ആയി. നമുക്ക് അതിന്റെ മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇതിന്റെ മുമ്പത്തേക്കാണ് ഡിസ്കസ് ചെയ്ത ബ്രേക്ക് ബ്ലോക്കിൽ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നു. സോറി, QML ലൈൻ സെയിം സ്പോട്ടിൽ നമ്മൾ എൻട്രി ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ശേഷം ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് 50 മിനിറ്റിൽ പോവാം. ആ ഒരു ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഒരു Q&Aനകത്ത്. എനിക്ക് ഓർമ്മയുണ്ടാവില്ല. ഈ ഒരു എൻട്രി ആണ് നിനക്ക് തിരിച്ച് ബ്രേക്ക് ഇവിടെ ഹിറ്റ് ചെയ്യുക എന്തോ ചെയ്തത്, ഓർമ്മയുണ്ടോ? അത് സംഭവിച്ചല്ലേ, ഞാൻ 1 hour നോക്കിയപ്പോ എനിക്കത് ബുള്ളി സ്ട്രക്ചർ ആയിട്ടാണ് തോന്നിയത്. പക്ഷേ ബേസ്ഡ് ഓൺ 4 hour നമുക്ക് ബെയറിഷ് ആണ്. ഓക്കെ, ബേസ്ഡ് ഓൺ 4 hour ബെയറിഷ് ആണ്. ഓൾസോ പ്രൈസ് ഡെയിലിന്റെ ഒരു സ്പെസിഫിക് പോയിന്റിൽ റിയാക്ട് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്? ഇത് കണ്ടോ? പ്രൈസ് QML ലൈനിൽ ടാപ്പ് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. സോ ഒരു സ്ട്രോങ് ക്യൂം ഇവിടെ എന്ത് ചെയ്തു? ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ടൈം പ്രൈസ് ബ്രേക്ക് ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു, ഫോൾ ചെയ്തു. Can you see that? അല്ലേ? പ്രൈസ് ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ POയിൽ വന്നിട്ട് എന്ത് ചെയ്തു? ചില ഡെയിലിന്റെ POയിൽ വന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു? ടാപ്പ് ചെയ്തു, റിയാക്ട് ചെയ്തു. നെക്സ്റ്റ് ടൈം പ്രൈസ് അവിടേക്ക് വന്നു, ഇവിടെ ആയിരുന്നു ഡെയിലിന്റെ ബ്രേക്ക് ബ്ലോക്കിൽ എൻട്രി. പ്രൈസ് താഴോട്ട് വന്നു, H4 പോയപ്പോൾ H4 നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു? നമ്മുടെ POI. ആ ഒരു POയിലാണ് നമ്മൾ എന്ത് ചെയ്ത് ആക്ച്വലി എൻട്രി നോക്കിയത്. ഫസ്റ്റ് എൻട്രി നമുക്ക് ഇവിടെ QML ലൈനിൽ ഉണ്ടായിരുന്നു PO. സെക്കൻഡ് എൻട്രി നമുക്ക് ഇവിടെ വന്നപ്പോഴും ഉണ്ടായിരുന്നു. നമ്മുടെ POയിൽ വന്ന് ടാപ്പ് ചെയ്തപ്പോൾ എന്തുണ്ടായിരുന്നു? മാർക്കറ്റിനകത്ത് നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. സോ റിസ്ക് ലിമിറ്റിൽ നിന്റെ ആ ഒരു എൻട്രി ആക്ച്വലി അവിടെ എന്ത് ഹിറ്റ് ചെയ്തു? നിന്റെ എന്നല്ല, മോസ്റ്റ്ലി എല്ലാവരുടെ ആ ഒരു എൻട്രി അവിടെ എന്ത് ഹിറ്റ് ചെയ്തു? ഓക്കെ, ഓൾമോസ്റ്റ് എന്റെ എൻട്രി ആ ഒരു ട്രേഡ് എന്തിനായിരുന്നു? ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ച് പാർഷ്യൽസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ഇൻഡ്യൂസ്മെന്റ് അത്ര ബാഡ് ആയിട്ടൊന്നും തോന്നിയില്ല. ഞാൻ അപ്പൊ കൺഫ്യൂഷൻ അടിച്ചിരുന്നു. പിന്നെ വെറുതെ ഇത് ആക്ച്വലി ഈ ഒരു സെൽ എന്ന് പറഞ്ഞത് റിസ്ക് ആണ്. ഇതാണോ? ഇത് തന്നെയാണ്. ഇതന്നെ ചാർട്ട്. ഓക്കെ, ബ്രേക്ക് ബ്ലോക്കിൽ QML ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് നിൽക്കുന്ന ഏരിയ ആണ് ഇവിടെ. സോ പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, then we have breakout structure. ഇത് 1-ാം തീയതിയാണല്ലോ, ജൂലൈ. നമ്മൾ ആ ഒരു 4 hour ചാർട്ടിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൈസ് അവിടെ വന്നു. ഞാൻ ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നു.
ഓക്കെ. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഈ ഒരു അൺമിറ്റിഗേറ്റഡ് വിക്ക് അവിടെ ഉണ്ടായിരുന്നു. ആ അൺമിറ്റിഗേറ്റഡ് വിക്കിലേക്ക് വരുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസൺ എന്തുകൊണ്ടാണ് ചോദിച്ചത്, ഞാൻ എന്തായാലും കളക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഐഡിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ റിസ്ക് ചെയ്താൽ വളരെ കുറച്ച് എന്ത് ചെയ്തിട്ടുള്ളൂ, റിസ്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് എൻട്രി ഞാൻ പ്ലേസ് ചെയ്തു. പിന്നെ എന്താ വെച്ചാൽ ഞാൻ എസ് എൽ എന്ത് ചെയ്തു, കയറ്റി വെച്ചു. എന്ന് വെച്ചാൽ ഇതിന്റെ മുകളിൽ വെച്ചു. ഇത് ഏഷ്യ തന്നെയല്ലേ? ഇത് ഏഷ്യ അല്ല, ഏഷ്യ ഇവിടെ അല്ലായിരുന്നു. ഏഷ്യ കഴിഞ്ഞതിന് ശേഷം, ഏഷ്യ എന്താണ് ശേഷം ഉള്ള എൻട്രി, ഏഷ്യന്റെ ഹൈ സ്വീപ്പിന് ശേഷമുള്ള ഒരു എൻട്രി മോഡലാണ്. ഓക്കെ. സോ ടാർഗറ്റ് ഓഫ് കോഴ്സ് ഇവിടെ കാണുന്ന ഈ ഒരു ഡിമാൻഡ് സോൺ ഓൾസോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ചെയ്യാനുള്ള. ഇതെനിക്ക് ഓർമ്മയുണ്ട്. ഇത് എനിക്ക് ഈ ഡയറക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഞാനത് ഇത് എനിക്ക് പോയി. ഏത് ഡിമാൻഡ് ഞാൻ ഓൾറെഡി പറഞ്ഞത് ഓർമ്മയുണ്ട്. ഡിസ്കൗണ്ടിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബൈ നോക്കാന്നുള്ളത്. പക്ഷെ ഈ ഒരു ട്രേഡ് അഫ്കോഴ്സ് എനിക്ക് ഞാൻ ഈ ഒരു ചെറിയൊരു പുഷ് വന്നപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്തു, പാർഷ്യൽസ് ക്ലോസ് ചെയ്തു. പ്രൈസിൽ വലിയ എസ് എൽ അല്ലേ, പ്രൈസ് മുകളിൽ കയറി പോകണം, എനിക്ക് അറ്റ്ലീസ്റ്റ് എന്തെന്നെ വേണം, കമ്മീഷൻ കൊടുക്കാനുള്ള എമൗണ്ടെങ്കിലും വേണം. ഓക്കെ, അതിന് ഞാൻ കുറച്ച് പാർഷ്യൽസ് എടുത്തു, ബാക്കി ഞാൻ ലെഫ്റ്റ് ചെയ്യുക ചെയ്ത്. ആ ന്യൂസ് ടൈം വന്ന പ്രൈസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, പിഒയിൽ ടാപ്പ് ചെയ്തു, ദെൻ ഫോളോ ആയി. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാതെ ഫോളോ ചെയ്ത്. ദെൻ നെക്സ്റ്റ് ടൈം എനിക്ക് മറ്റേ ഈ ന്യൂസ് ടൈമിൽ ഞാനൊരു എൻട്രി നോക്കിയായിരുന്നു. എന്റെ ഡയറക്ഷൻ കറക്റ്റായിരുന്നു, പക്ഷെ സംബന്ധിച്ച ന്യൂസിൽ തോന്നിയ പോലെ പോയതുകൊണ്ട് ന്യൂസ് എന്ന് ഞാൻ പറഞ്ഞ എപ്പോഴും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതല്ല, എസ്പെഷ്യലി ഈ ന്യൂസ് നോക്കിയാൽ അറ്റ് ദ സെയിം ടൈം ബൈ സൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു. ഇതാ കഴിഞ്ഞ ദിവസം അബി അശ്വിൻ ആരെ ഗ്രൂപ്പിനാണ് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം. പിന്നെ നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന 1 അവറിന്റെ POI ആണ് അല്ല, ഈ ഒരു POI ഞാൻ ഓൾറെഡി എവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മൾ അതിന് കോൺഫിഡൻസ് എന്താണ്, വി ഹാവ് ലിക്വിഡിറ്റി സ്വീപ്പ്, ദെൻ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, നമുക്ക് എന്ത് കിട്ടി, സ്ട്രോങ് ക്യം കിട്ടി, വീക്യം ഇവിടെ ഉണ്ട് അല്ലെ. സോ ഈ ഒരു ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് എൻട്രിയും കൺഫർമേഷൻ എൻട്രിയും ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലേസ് ചെയ്തു. പക്ഷെ ഞാനത് ഏർലി എക്സിറ്റ് ആണ് ചെയ്തത്. റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ ടൈം ഫ്രെയിം മാർക്കറ്റ് എന്താണ്, ബെയറിഷ് ആണ്. സോ ഞാൻ ഏകദേശം ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ട്രേഡ് ചെയ്യാൻ മാനുവലി ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഏരിയയിൽ നമുക്ക് കൺഫർമേഷൻ എൻട്രി ഉണ്ടായിരുന്നു 5 മിനിറ്റില്. ഓക്കെ, ഞാൻ എത്ര ദിവസമായിരുന്നു ട്രേഡ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. ഭയങ്കര പാടാണ്. ഞാനിപ്പോ 2 ദിവസമായിട്ട് പ്രാക്ടീസിന് നിന്നിട്ട് എന്റെ തലവേദന. ഈ ബ്രേക്ക് ഡൗൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചടങ്ങ് പരിപാടിയാണ്. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുള്ളൂ. സോ നമ്മുടെ കൺഫർമേഷൻ എൻട്രി ഉണ്ടായിരുന്നത് വി ഹാവ് ഇവിടെ വേറെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഈ ഒരു കൺഫർമേഷൻ എൻട്രിയിൽ ഫസ്റ്റ് ട്രേഡ് എനിക്ക് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണ് ഇത് കാണാൻ പറ്റുന്നുണ്ടോ, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, സ്ട്രോങ് ക്യൂം കിട്ടി. ഞാൻ എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യൂമൽ ലൈനിലാണ്. അവിടെ ഹിറ്റ് ചെയ്തല്ലേ, അത് ബ്രേക്ക് ക്യൂൻ ഹിറ്റ് ചെയ്തു എനിക്ക്. ഞാനത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ വെച്ചിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ക്യൂൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ലല്ലോ, ബ്രേക്ക് ക്യൂൻ സെറ്റ് ചെയ്യാനായിട്ട്. അല്ല, എൻട്രി ഇവിടെ ആയിരുന്നടാ. ഞാൻ ക്വിക്കായിട്ട് ഈ കാണുന്ന ഹൈ ഉണ്ടല്ലോ, ആ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തിട്ടുണ്ടായി. ഞാൻ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഓൾറെഡി ഡയറക്റ്റ് ട്രേഡ് റണ്ണിങ് അല്ലേ. പ്രൈസ് നെക്സ്റ്റ് ടൈം താഴോട്ട് വന്നു, അത് സ്വീപ്പ് ചെയ്തു, ദെൻ സെക്കൻഡ് എൻട്രി വീണ്ടും എടുത്തു, ഈ ലോ കളക്ട് ചെയ്തു, ഓക്കെ, ഈ ലോ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ചെറിയൊരു മൈനസ് സ്വീപ്പ് ആണ്, കാണാൻ പറ്റുന്നുണ്ടോ, ലിക്വിഡിറ്റി സ്വീപ്പ്, ആൻഡ് വി ഹാവ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി, സ്ട്രോങ് ക്യൂം കിട്ടി, POI and liquidity for ITM. Okay, so entry ഇവിടെ ആയിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിലോ ദ പ്രൊട്ടക്ടർ ലോ വിത്ത് സം ബ്രീത്തിങ് സ്പേസ്. ടാർഗറ്റ് ഈ ഒരു ഈ കാണുന്ന ബൈസെൽ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ വെച്ച, സെക്കൻഡ് ടാർഗറ്റ് ഈ ഹൈ ആ വെച്ചു, പക്ഷെ ഞാൻ അതിന് വെയിറ്റ് ചെയ്തില്ല.
ചിലത് കുഴപ്പമില്ലാത്ത എന്താണ് RR ഉണ്ട് 10.10 ഇത്രയൊന്നും എത്തിയിട്ടില്ല കേട്ടോ. ഐ തിങ്ക് എന്റെ SL കുറച്ചും കൂടി ടൈറ്റാ തോന്നുന്നു. മീൻസ് കുറച്ചും കൂടി ട്രേഡ് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ അത് ഞാൻ ബ്രേക്ക് ഈവൻ സെറ്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബാക്ക് ചെയ്യും. ഇല്ല, പക്ഷെ എനിക്ക് എന്തെങ്കിലും പുറത്തോട്ടൊക്കെ പോകാനുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ട്രേഡിംഗ് റണ്ണിംഗ് ആണെന്ന് വെച്ചോ, ഓക്കെ, എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തോട്ട് പോകേണ്ട വെച്ചോ, ഞാൻ ഈ ഒരു കാണുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പാർഷ്യൽസ് എടുക്കും. ഓക്കെ, ഇല്ല, മേജർ പോർഷൻസ് ഞാൻ എക്സിറ്റ് ചെയ്യും. 70% പോർഷൻസ് ഞാൻ എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു പോർഷൻ 1-3 എങ്കിലും എന്ത് ചെയ്യണം, മൂവ് ആയിരിക്കണം. ഓക്കെ, സോ 1-3 അറ്റ്ലീസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, 1-3 അറ്റ്ലീസ്റ്റ് മൂവ് ചെയ്ത് ഞാൻ 70% പോർഷൻസ് എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. ബാക്കി ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്യും. ഓക്കെ, വൺസ് പ്രൈസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് ഇവൻ കുറച്ചും കൂടി മുകളിലോട്ട് എന്ത് ചെയ്യും, കയറ്റി വെക്കും. അത് എന്തിനാ, നമ്മളെ കമ്മീഷൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. ബാക്കിയുള്ള മാത്രമേ റണ്ണിങ്ങിന് വേണ്ടി വിടാറുള്ളൂ. ഇനി അതല്ല, ഞാൻ ഫുൾ ടൈം വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഒരു 1:5 എത്തുന്ന സമയത്ത് ഞാൻ 80% എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. 20 മാത്രം എക്സ്ട്രീമിലേക്ക് നോക്കുള്ളൂ. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിനെ റൺ ചെയ്യാൻ വിടാറില്ല. ചില ഈ ഹൈ RR എടുക്കുമ്പോൾ മിക്ക സമയത്ത് എനിക്ക് എന്ത് കിട്ടാറുണ്ട്, പണി കിട്ടാറുണ്ട്. പ്രൈസ് സീരീസ് ആയിട്ട് വന്നിട്ട് ബ്രേക്ക് ആയിട്ട്. അപ്പൊ ഞാൻ മിക്ക സമയത്ത് ഞാൻ 80% പോർഷൻസ് ചെയ്യാൻ വെച്ചാൽ ഇപ്പൊ 1:5ന്റെ 80% ക്ലോസ് ചെയ്യുന്ന ഹ്യൂജ് പ്രോഫിറ്റ് അല്ലേ, അത്യാവശ്യം തിരക്കില്ലാത്ത പ്രോഫിറ്റ് ആണല്ലോ. ഒരു 0.5 അല്ലെങ്കിൽ 0.75% റിസ്ക് ചെയ്യുന്ന സമയത്ത്. അത് മാത്രമല്ല, ഓൾറെഡി എനിക്കൊരു ഹയർ ടൈം ഫ്രെയിമിന്റെ ബേസിലുള്ള ട്രേഡ് ഇവിടെ എന്തുവാണ്, റണ്ണിങ്ങും ആണല്ലേ. സോ 2 ഓർഡറും ആ അറ്റ് ദ സെയിം ടൈം. ഈ ഒരു പ്യൂവിന് തന്നെ 3 ഓർഡേഴ്സ് എടുത്തു. ഒരു ട്രേഡ് ബ്രേക്ക് ഈവൻ, മറ്റേ ട്രേഡ് എന്തായി, ടീപ്പ് അടിച്ച്. രണ്ടാമത്തെ ട്രേഡ് മീൻസ് ഹയർ ടൈം ഫ്രെയിമിന്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു സ്പെസിഫിക് പോയിന്റ് എത്തിയപ്പോ മൾട്ടിപ്പിൾ ട്രേഡ്സ് ഒരു ദിവസം തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വെക്കുള്ളൂ. ഞാൻ മറ്റേ ലെയറിംഗ് എന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യുക. ആ ലെയറിംഗിന്റെ ബേസിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ട്രേഡ്സിൽ ഡയറക്റ്റ് എൻട്രി എപ്പോഴും ലോ റിസ്കിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. കൺഫർമേഷൻ എൻട്രീസിലായിരിക്കും മാക്സിമം എന്ത് കൂട്ടുന്നുണ്ടാവുക, റിസ്ക് കൂട്ടിയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതാണ് മെയിൻലി ഞാൻ ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഡേ നമുക്ക് അവസാനിച്ച് ഓൾമോസ്റ്റ് കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ അഗൈൻ 15 മിനിറ്റ്സ് നമുക്ക് വി ഹാവ് ഏഷ്യ അല്ലേ. നമുക്ക് എന്തുണ്ടായിരുന്നു, ഏഷ്യന്റെ ഹൈ ഉണ്ടായിരുന്നു. ഏഷ്യന്റെ ഹൈ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു അല്ലേ. സോ നമുക്ക് ഷോർട്ട് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കൺഫർമേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായത് എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഹൈ ടൈം ഫ്രെയിം POI എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് വി ഹാവ് ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, സ്ട്രോങ് ടേം, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, വീക്ക്. സോ ആക്ച്വലി ഇത് എന്തായിരുന്നു 15 മിനിറ്റിന്റെ ബേസിൽ, ഡയറക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ് മോർ ദാൻ ഏഷ്യ ഹൈ അല്ലോ. MD ഉണ്ടായിരുന്നു. MD ഉണ്ട്, നീ അന്ന് ട്രേഡ് എടുത്തിട്ടുണ്ടല്ലോ. ആക്ച്വലി ഇവിടെ എന്തുണ്ടായിരുന്നു, ബൈ ഓപ്പർച്യൂണിറ്റി നോക്ക്. ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ അല്ലേ. ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. സോ നമുക്ക് സ്ട്രോങ് ക്യൂം കിട്ടി. നമുക്ക് എന്ത് വേണം, ഒരു വീക്ക് ക്യൂം. സോ ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. ഓക്കെ, പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ വേറെ POIസോ കാര്യങ്ങളോ ഒന്നുമില്ല. ബ്രേക്ക് ബ്ലോക്ക് എടുക്കുന്ന അങ്ങ് ദൂരെയാ അല്ലേ, കൺസിഡറബിൾ അല്ല. ഓൾസോ നമുക്കുള്ളത് പിന്നെ നമ്മുടെ ഡിമാൻഡ് സോൺ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഇംബാലൻസ് ഫിൽ ചെയ്തിട്ടുണ്ട് അല്ലേ. വേറെ POIസ് നമുക്ക് ഏതല്ല, QML ലൈൻ മാത്രമേ ഉള്ളൂ. ഇവിടെയാണ് നമുക്ക് QML ലൈൻ ഉള്ളത്. സോ ഇതാണ് എന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഡയറക്റ്റ് ബൈ ചെയ്യാനുള്ള. നമുക്ക് വി ഹാവ് അൺമിറ്റിഗേറ്റഡ് ബിഗ്. രണ്ടും നമുക്ക് എന്താണ്, കൺസിഡറബിൾ ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പ്രൈസ് എന്താ പറയാ, ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്തതിനു ശേഷം ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ബേസ്ഡ് ഓൺ ഇന്റേണലി നമുക്ക് ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു സ്ട്രോങ് ക്യൂം അല്ലേ. പക്ഷെ ലെസ് പ്രോബബിൾ ആണ്. സോ ലെസ് പ്രോബബിൾ മീൻസ് നമുക്ക് ഡയറക്റ്റ് എൻട്രി അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ശരിയല്ലേ. ലെസ് പ്രോബബിൾ നമ്മൾ POIസ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ലെസ് പ്രോബബിൾ POയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് 1 മിനിറ്റ് പിക്ക് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി മച്ച് ബെറ്റർ 3 മിനിറ്റ് ഓർ 5 മിനിറ്റ് ആണ്. നീ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ചില 15 മിനിറ്റ് ചാർട്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ 3 മിനിറ്റോ 5 മിനിറ്റിലായിരുന്നു ചെയ്യുന്നുണ്ടാവുക. കണ്ടിട്ടുണ്ടോ? അത് എന്തുകൊണ്ടാ, ലെസ് പ്രോബബിൾ സെറ്റപ്സ് ആണ് ഞാൻ അധികം എന്ത് ചെയ്യുന്നത്, 1 മിനിറ്റ് ചൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എന്ത് പിക്ക് ചെയ്യുന്നത്, 3 മിനിറ്റോ 5 മിനിറ്റോ പിക്ക് ചെയ്യുന്നത്. റീസൺ എന്തുകൊണ്ടാ വെച്ച് കഴിഞ്ഞാൽ
സപ്പോസ് ഇവിടെ ഒരു ഹയർ ടൈം ഫ്രെയിമിന്റെ പി ഒ ഉണ്ടെന്ന് വെച്ചോ, ഈ പി ഒന്റെ സൈസ് ഹ്യൂജ് ആണെങ്കിൽ പ്രൈസ് 1 മിനിറ്റിൽ അവിടെ വന്നു കഴിഞ്ഞ് ടാപ്പ് ചെയ്തു സ്ട്രോങ് ഫ്രെയിം കിട്ടി, വീണ്ടും എന്ത് ചെയ്യാറുണ്ട്, താഴോട്ട് വന്നിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ഈ സെയിം സാധനം നമ്മൾ കുറച്ചുകൂടി നെക്സ്റ്റ് ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു സ്ട്രക്ചേഴ്സ് ഒക്കെ പോയിട്ട് ഒരു സിംഗിൾ സ്ട്രക്ചർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ പ്രശ്നം ചില സമയത്ത് നമുക്ക് എന്ത് മിസ്സാവും, എൻട്രീസ് മിസ്സാവും. ഓക്കെ, ഈ എൻട്രീസ് പോയാൽ നമുക്ക് വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു ട്രേഡിംഗ് പ്ലാൻ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം, സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്തു, ബേസ്ഡ് ഓൺ internally we have liquidity sweep, then breakout structure അല്ലേ. നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഒരു സ്ട്രോങ് ക്യൂം കിട്ടിയിട്ടുണ്ട്. പി ഒ ഏതൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്, നമുക്ക് ഡിമാൻഡ് സോൺ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഓൾറെഡി ഫോളോയിങ് പ്ലാനിൽ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കുള്ളത് ഫ്ലിപ്പ് സോൺ ആണ്, ഫ്ലിപ്പ് സോൺ ഉണ്ടല്ലോ, പ്ലസ് വി ഹാവ് ലൈക്ക് ബ്ലോക്ക്. രണ്ട് പി ഒ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് വന്നിട്ടുണ്ട് അല്ലേ. ഞാനിവിടെ എന്റെ എടുത്തത് അവിടുത്തെ ഇംബാലൻസും ഇപ്പൊ ഫ്ലിപ്പിൽ വെച്ച് ഇംബാലൻസും അതും കൂടി ഫില്ല് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ അതും കൂടി കൺഫേം ചെയ്തിട്ടാണ് ഞാൻ 5 മിനിറ്റിൽ എടുത്തത്. ഓക്കെ ഫൈൻ, ശരി. സോ ഇതിന് ശേഷം നേരെ 3 മിനിറ്റിലാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻട്രി പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വൺസ് പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു, എന്റെ ഹയർ ടൈം ഫ്രെയിം പി ഒയിൽ വന്നിട്ട് ടാപ്പ് ചെയ്തു, ദെൻ ലിക്വിഡിറ്റി സ്വീപ്പ് ആൻഡ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ. നമുക്ക് എന്ത് കിട്ടി, സ്ട്രോങ് ക്യൂം കിട്ടി. എന്റെ ഹയർ ടൈം ഫ്രെയിം പി ഒ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് എൻട്രി ഹിയർ, എസ് എൽ ബിലോ ദ ലോ, ടാർജറ്റ് കിട്ടിയില്ല, എനിക്ക് എന്ത് ഹിറ്റ് ചെയ്തു, ബ്രേക്ക് എ ബ്ലോക്ക്, മീൻസ് ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ഈവൻ ഹിറ്റ് ചെയ്തു. പക്ഷേ പ്രൈസ് നെക്സ്റ്റ് ടൈം താഴോട്ട് വന്ന സമയത്ത് ലോ അഗെയിൻ എന്ത് ചെയ്തു, കളക്ട് ചെയ്തില്ലേ, പ്രീവിയസ് ലോ അഗെയിൻ കളക്ട് ചെയ്തു. പക്ഷെ ബോഡി ക്ലോസ് ചെയ്തോ, ഇല്ല. ദാറ്റ് മീൻസ് ഈ ലോ സ്റ്റിൽ പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് എന്ത് കിട്ടി, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ, ഡിമാൻഡ് സോൺ പ്ലസ് ബ്രേക്ക് എ ബ്ലോക്ക്, ക്യൂമൽ ലൈൻ എല്ലാം ഉണ്ട്. സോ എസ് എൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യൂമൽ ലൈനിൽ മീൻസ് ബ്രേക്ക് എ ബ്ലോക്കിൽ എന്ത് ചെയ്യാം, എന്ത് എടുക്കാം, എസ് എൽ കുറച്ച് ഫിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ട് നമ്മുടെ പ്രീവിയസ് പ്രൊട്ടക്ടർ ലോ അല്ലേ, സെക്കൻഡ് എൻട്രി ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടാർജറ്റ് നമുക്ക് ഫസ്റ്റ് ടാർജറ്റ് ഇന്റേണൽ വെക്കാം, സെക്കൻഡ് ടാർജറ്റ് മാത്രം ഏഷ്യയുടെ ഹൈ വെച്ചാൽ മതി. ഓക്കെ, ഇറ്റ്സ് അറൌണ്ട് 5 1:5 എന്ത് ഉണ്ടായിരുന്നത്. ചിലപ്പോൾ ഇവിടെ സെക്കൻഡ് ഡേ ഒരു ബ്രേക്ക് ഈവൻ ഒരു ടി പി അല്ലേ. പക്ഷെ കുഴപ്പമില്ല, ബ്രേക്ക് ഈവൻ ആണെങ്കിലും നമ്മൾ റിസ്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടല്ലേ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഡയറക്ഷൻ സ്റ്റിൽ എന്ത് തന്നെയാണ്, ബുള്ളിഷ് ആണ്. നമ്മൾ അവിടെ എന്തേ നോക്കുന്നുള്ളൂ, ബൈ ഓപ്പർച്യൂണിറ്റിയെ കൂടുതൽ എന്ത് ചെയ്യുന്നുള്ളൂ, പ്രിഫർ ചെയ്യുന്നുള്ളൂ. ശരിയല്ലേ. ദെൻ ഈ ഒരു ഡേയ്സ് സെയിം മാർക്കറ്റിന്റെ ഡയറക്ഷൻ ബുള്ളിഷ്. ഇതേപോലെ എൻട്രീസ് ആണ് നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്. എന്നാ അറിയോ, നമ്മള് ഫ്രൈഡേ ഇല്ലേ, ഫ്രൈഡേ സെയിം എൻട്രി കിട്ടിയത്. നോക്കണ്ടോ, ഇതേ ഒരു ബുള്ളിഷ് മൂവ്. ഓക്കെ, ന്യൂസിന്റെ മൂവ് ആണ്, സെയിം ബുള്ളിഷ് മൂവ് കാണാൻ പറ്റുന്നുണ്ടോ. ദെൻ ഡയറക്ഷൻ ബുള്ളിഷ് ആണ്, ഏഷ്യ ഒരു ബേരിഷ് സെന്റിമെന്റ്. ഓക്കെ, സെയിം മൺഡേ ഇതേ പ്രൈസ് ആയിരുന്നു തന്നെ മൺഡേ സംഭവിച്ചത്, മീൻസ് ഫ്രൈഡേ സംഭവിച്ചത്. ഏഷ്യ എന്തായിരുന്നു, ഒരു ബേറിഷ്. ദെൻ നെക്സ്റ്റ് നോക്ക്, ഇവിടെ പ്രൈസ് ഒരു പ്രൊട്ടക്റ്റഡ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ഇന്റേണലി ആണ്. Liquidity sweep, breakout structure, we have strong here, then നമുക്ക് എന്ത് കിട്ടി, weak here. സെയിം പ്രൈസ് സെഷൻ തന്നെയാണ് ഫ്രൈഡേ. ഇത് കണ്ടോ, breakout structure strong here കിട്ടി, weak here.
പ്രൈസ് ഫ്ലിപ്പ് സോണിൽ വന്ന് ടാപ്പ് ചെയ്തു, റിയാക്ട് ചെയ്തു. സെയിം സംഭവം, സെയിം ഡേ ഇതുപോലെ തന്നെയായിരുന്നു ഇവിടെ. അല്ല, അതിന്റെ ഹിൻസ് പറഞ്ഞത് ഇപ്പൊ ന്യൂസ് ക്യാൻഡിൽ വന്ന് അതിന്റെ ഉള്ളിൽ ബെയറിഷ് ഏഷ്യൻ റേഞ്ച് വന്ന് ട്രേഡിംഗ് റേഞ്ചിൽ വന്നിട്ട് കയറിപ്പോയതല്ലേ? ട്രേഡിംഗ് റേഞ്ചിൽ ഇന്റേണലി ക്രിയേറ്റ് ചെയ്ത ട്രേഡിംഗ് റേഞ്ച്. സാധാരണ ഇത്തരം ട്രേഡിംഗ് റേഞ്ചസ് ഞാൻ എന്ത് ചെയ്യാറില്ല, എടുക്കാറില്ല. സെയിം പ്രൈസ് തന്നെ അന്നും സംഭവിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ പൊതുവേ ന്യൂസ് ക്യാൻഡിലെ ഹയർ ലോയർ സ്വീപ്പ് ചെയ്യുന്ന ട്രേഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് ഈ ട്രേഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാണ് ഞാൻ ചെയ്തത്. ഇതൊന്നും ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല. ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഈ നെക്സ്റ്റ് ടൈം ഇതേപോലെ സിനാരി വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എടുക്കും. ഓക്കെ, അടുത്ത തവണ ഇതേ ഒരു മാർക്കറ്റിനകത്ത് ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. ചിലപ്പോൾ അത് എനിക്ക് എസ്എൽആയിരിക്കും ഉണ്ടാവുക, മിക്കവാറും അങ്ങനെയുള്ള സംഭവിക്കാറ്. സെയിം റിസ്ക് എൻട്രി ആയതുകൊണ്ട് നമ്മൾ ഏത് ടൈം ഫ്രെയിം പിക്ക് ചെയ്യുന്നത്? 3 മീൻസ് ഓ 5 മീൻസ് അല്ലേ? സോ പ്രൈസ് എന്ത് ചെയ്തു, അതിന്റെ ഹയർ ടൈം ഫ്രെയിം POയിൽ ടാപ്പ് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, ബ്രേക്ക് എ ബ്ലോക്ക്. ടാർജറ്റ് ഇവിടെ വെക്കാം. ഫസ്റ്റ് ടാർജറ്റ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, സെക്കൻഡ് ടാർജറ്റ് മാത്രം ഇവിടെ വെച്ചാൽ മതി. എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി വെച്ചാൽ മതി. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ എവിഡൻസ് ആയിട്ട് എന്തുണ്ട്, ഏഷ്യ. ഗോട്ട് ഇറ്റ്? സോ ആ ഒരു ദിവസത്തെ എൻട്രീസ് എല്ലാം മനസ്സിലായല്ലോ. സോ ബാക്ക് ടു ലാസ്റ്റ് വീക്ക്. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ മുന്നത്തെ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എൻട്രീസ് കാര്യങ്ങളെല്ലാം. പക്ഷെ അവിടെ എല്ലാം നമുക്ക് എന്താ ഓപ്പർച്യൂണിറ്റി കിട്ടിയ, ബൈനേക്കാൾ കൂടുതൽ എന്താ പോസിബിലിറ്റി ഉണ്ടായിരുന്നത്? ബൈ ബൈ ബൈ. സെല്ലെല്ലാം എന്താണ്, സെല്ലെല്ലാം ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എന്തായിരുന്നു, നമുക്ക് അടിക്കുന്ന സിനാരിയോസ് ആണ് ഉണ്ടായത്. പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി കാര്യസോ ഒന്നും ഇല്ല. മീൻസ് ഫ്രൈഡേ നമ്മൾ പൊതുവെ എൻട്രി എടുക്കുന്നത് എന്താണ്, വളരെ കുറവാണ്. എക്സ്പെഷ്യലി നമുക്ക് എന്തുണ്ടായിരുന്നേ, ഡേ NFP അല്ലെ? 5 നമുക്ക് എന്തുണ്ടായിരുന്നു, NFP ഉണ്ടായിരുന്നു. NFP വന്നിട്ട് ക്രിയേറ്റ് ചെയ്ത എല്ലാ ബൈസൈഡ് ലിക്വിഡിറ്റിയും സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ത് ചെയ്തു, കളക്ട് ചെയ്തു. ഇതുകൊണ്ടാണ് മെയിൻലി നമ്മൾ എന്ത് പറയുന്നത്, ന്യൂസ് ടൈം ട്രേഡ് ചെയ്യില്ല പറഞ്ഞത്. പക്ഷെ ഞാനിപ്പോ എന്റെ ഫ്രണ്ടിന് സംസാരിച്ചാൽ പറഞ്ഞപ്പോൾ CPI കുറച്ച് കാലമായിട്ട് 1 ഡയറക്ഷനിൽ മൂവ് ആണ് ചെയ്തത്. അവൻ കഴിഞ്ഞ ദിവസം CPIന്റെ ബേസിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോൾഡില് അത്യാവശ്യം പ്രോഫിറ്റ് അവൻ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ NFP ഒക്കെ ഇപ്പോഴും എന്താണ്, റിസ്ക് ആണ്. നമുക്ക് എന്തല്ല, സേഫ് അല്ല ട്രേഡ് ചെയ്യുന്നത്. സോ ആ ദിവസം ഓൾമോസ്റ്റ് നമുക്ക് ട്രേഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രേഡ് നമ്മൾ പൊതുവെ എൻട്രി എടുക്കുന്നത് എന്താണ്, കുറവാണ്. ഞാൻ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാറുള്ളൂ. പിന്നീട് എൻട്രി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഷോർട്ട് ചെയ്യാനുള്ള വേറെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രൈസ് NFPയുടെ സെൽ സൈഡ് ലിക്വിഡിറ്റി മീൻസ് ബൈ സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഹൈ സ്വീപ്പ് ചെയ്തു. നെക്സ്റ്റ് ടൈം പ്രൈസ് അഗെയിൻ എന്ത് ചെയ്തു, ഹൈ സ്വീപ്പ്. അതിനുശേഷം പ്രൈസ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഓരോ തവണ ഹൈ സ്വീപ്പ് ചെയ്ത സമയത്തും പ്രൈസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല അല്ലേ? നെക്സ്റ്റ് ടൈം അഗൈൻ ഇവിടെ ഹൈ സ്വീപ്പ് ചെയ്ത് ലോ ബ്രേക്ക് ചെയ്യാൻ പറ്റിയോ? ഇല്ല. ഈ സ്വീപ്പ് നടന്നപ്പോഴും ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ. ഈ സ്വീപ്പ് നടന്നപ്പോഴും ലോ ബ്രേക്ക് ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ ഈ സ്വീപ്പ് നടന്ന സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു, ലോ ബ്രേക്ക് ചെയ്തില്ലേ? സോ ഇതായിരുന്നു ആ ഒരു സെല്ലിനുള്ള, ഈ ഒരു ഏഷ്യന്റെ ബേസിലെ സെല്ലിനുള്ള കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. വെച്ചാൽ മാർക്കറ്റ് ഡയറക്ഷൻ ഏതിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്, സെൽ സൈഡ് അല്ലേ? സെൽ പ്ലസ് ഇന്റേണലി ബേസ്ഡ് ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വി ഹാവ് സ്ട്രോങ് ഹിയർ, ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വീക്ക് ഹിയർ. എൻട്രി ഒന്നും പ്ലേസ് ചെയ്തിട്ടില്ല ഈ ഒരു ഏരിയ സമയത്തൊന്നും. പ്രൈസ് എവിടെ ടാപ്പ് ചെയ്തു, നമ്മുടെ ബ്രേക്ക് ബ്ലോക്ക് റൈറ്റ് ആണല്ലോ. പ്രൈസ് ബ്രേക്ക് ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. അഗെയിൻ പ്രൈസ് എന്ത് ചെയ്തു, വീക്കും ബ്രേക്ക് ചെയ്തിട്ടില്ലേ? ദാറ്റ് മീൻസ് മാർക്കറ്റ് ഒരു ഹൈ ടൈം ഫ്രെയിം പോലെ ടാപ്പ് ചെയ്തു, ഹൈ സ്വീപ്പ് ചെയ്തതിനു ശേഷം മാർക്കറ്റിന്റെ ഡയറക്ഷൻ പതിയെ എന്ത് ചെയ്തു തുടങ്ങി, ഡൗൺ ആയി തുടങ്ങി. ദെൻ അതിനുശേഷം പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്തു. നെക്സ്റ്റ് ടൈം അഗെയിൻ ഇവിടെ ടാപ്പ് ചെയ്തു, ബ്രേക്ക് ബ്ലോക്കിൽ എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു. പ്ലസ് വി ഹാവ് സപ്ലൈ സോൺ.
നമുക്ക് എന്ത് ചെയ്യായിരുന്നു? സെയിം ഡേ എൻട്രി ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എക്സാമ്പിൾ ഡാറ്റ എടുക്കാം, അല്ലെങ്കിൽ ലെയർ ചെയ്തിട്ട് ഡാറ്റ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ പോയിട്ട് കൺഫർമേഷൻ എടുക്കാം. ടാർഗറ്റ് നമുക്ക് അധികം ഒന്നും വെക്കാൻ പറ്റില്ല, ഈ ലോകത്ത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാർഗറ്റ് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അഗൈൻ പ്രൈസ് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്, പിന്നെ എല്ലാ ദിവസവും ലോ 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 അല്ലേ? ഹൈ ഒരിക്കലും പ്രൈസ് എന്ത് ചെയ്തിട്ടില്ല, പിന്നെ എടുത്തിട്ടില്ല. ആൻഡ് ഈ കാണുന്ന ബൈ അല്ലെ, ഈ കാണുന്ന ബൈ നല്ല റിസ്ക് ആയിരുന്നു, അത്യാവശ്യം നല്ല റിസ്ക് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലേസ് ചെയ്യുന്നുണ്ടായിരുന്നു. നിന്റെ സെയിം ടൈം നിന്റെ ഷോർട്ടും, റൈറ്റ്? ഇത് സെല്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ അന്ന് കമ്മ്യൂണിറ്റി ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, ബൈ ഓപ്പർച്യൂണിറ്റി നോക്കാം. ഫസ്റ്റ് ബൈ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഫസ്റ്റ് ഡാറ്റ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ കാണുന്ന ബ്രേക്കർ ബ്ലോക്കിൽ ഡാറ്റ എൻട്രി പ്ലേസ് ചെയ്തു. ആണ് ഇത് കണ്ടോ, ഈ ഒരു ബൈ ആണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അന്ന് ഓർമ്മയില്ലേ? ഇതിന് ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്തു, ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. എന്റെ ഫസ്റ്റ് ബൈ ഇവിടെ ആയിരുന്നു, SL ബിലോ ദ സ്ട്രോങ് ലോ അല്ലേ? ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഈ കാണുന്ന ലിക്വിഡിറ്റി ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ മുന്നേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഈക്വൽ ഹൈ ഉണ്ടോ, ഈക്വൽ ഹൈ ഞാൻ ആ മാർക്കറ്റ് ചാർട്ടിനകത്ത് എനിക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ പോകുന്നത് കാണാം. ആ ചാർട്ടിനകത്ത് ട്രെൻഡ് ലൈൻ, അത് ഈ ഈക്വൽ ഹൈ ആണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പ്രൈസ് എന്ത് ചെയ്തു, എനിക്ക് സെക്കൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ എവിടെ, ക്യോമലൈ. സെയിം പ്രൊട്ടക്റ്റിലോ ടാർഗറ്റ് എവിടെ ഫസ്റ്റ് ടാർഗറ്റ് വരുന്നത്, മീൻസ് സെക്കൻഡ് ടാർഗറ്റ് എവിടെ വരുന്നത്, മീൻസ് ടോട്ടൽ ടാർഗറ്റ് എവിടെ വരുന്നത്, ഈ കാണുന്ന ഏരിയയില്. പക്ഷെ ഞാൻ അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ആ ഒരു മുകളിലുള്ള ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനം സ്വീപ്പ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ടൈം എഗെയിൻ നമുക്ക് എന്ത് കിട്ടി, ഓപ്പർച്യൂണിറ്റി കിട്ടി, ഇനി എടുത്ത ബൈ. ഈ ഒരു സ്വീപ്പിന് ശേഷം പ്രൈസ് എന്ത് തന്നു, ബ്രേക്ക് തന്നു. ഇത് കുറച്ചും കൂടി ക്ലിയർ ആയിരുന്നു എവിടെ വന്നപ്പോ, നമ്മൾ ഓൾറെഡി 15 മിനിറ്റ്സിന്റെ ക്യൂമലയിൽ ടാപ്പ് ചെയ്തിട്ടാണല്ലോ പ്രൈസ് നിൽക്കുന്നത് അല്ലേ? നമുക്കിവിടെ ഡാറ്റ പ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്തെടുത്താൽ മതി, കൺഫർമേഷൻ ഉണ്ട്. ഐ തിങ്ക് 5 മിനിറ്റിൽ നീ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ബൈ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പ്ലേസ് ചെയ്തിട്ടില്ല, വെച്ചാൽ ഓൾറെഡി രണ്ടെണ്ണം കഴിഞ്ഞില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്ത് എടുത്തു. ഇക്കയുടെ എങ്ങനെയാണ്, ഒരു ദിവസം 2 എൻട്രി ആണോ? രണ്ട് എൻട്രി മാക്സിമം, അല്ലെങ്കിൽ അല്ല, ഒന്നില്ലെങ്കിൽ ഡെയിലി ലോസ്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഡെയിലി ലോസ്, അല്ലെങ്കിൽ മാക്സിമം 2 എൻട്രി എടുക്കുള്ളൂ. ഇൻ കേസ് ബ്രേക്കിനോ മറ്റോ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു എൻട്രി കൂടി ട്രൈ ചെയ്യും. ആ എടുക്കുന്ന എൻട്രി വളരെ കുറഞ്ഞ റിസ്ക് ആയിരിക്കും, ഒരു 0.25 അല്ലെങ്കിൽ 0.30 എന്ത് ചെയ്യുള്ളൂ, റിസ്ക് ചെയ്യുള്ളൂ. ആ ലോസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ ബ്രേക്ക് ഓൺ എമൗണ്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് എൻട്രി എവിടെ ഉണ്ടായിരുന്നു, ഈ എൻട്രി പ്ലേസ് ചെയ്ത് തരിക. ഇതിനെല്ലാം ടാർഗറ്റ് എവിടെ തന്നെ വരുന്നത്, ഈ കാണുന്ന ലിക്വിഡിറ്റി ആണ് നമുക്ക് ടാർഗറ്റ് വരുന്നത്. ഞാനവിടെ നോക്കി, ഞാനത് തൊട്ട് മുന്നുള്ള കൺസൾട്ടേഷനിൽ ഞാൻ എക്സിറ്റ് ചെയ്തു. ഇവിടെ എക്സിറ്റ് ചെയ്തല്ലേ? അവിടെ എക്സിറ്റ് ചെയ്തു, അങ്ങനെ വെച്ചില്ല. കാരണം ആ ടൈമിൽ ന്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ ന്യൂസിന്റെ മൂവ്മെന്റ് ഒന്നും കിട്ടിയില്ല. ആ കൺസൾട്ടേഷൻ അതൊന്നും ന്യൂസിന്റെ ആയിരുന്നു. ഇതൊരു ഷോക്ക് മൂവ്മെന്റ് ആണ് ആക്ച്വലി. എനിക്ക് അതിന് മേളില് ഹൈ പോകുന്ന ഉറപ്പുണ്ടായിരുന്നു, പക്ഷെ ഏറ്റവും മേളുള്ള ഈക്വൽ ഹൈ എടുക്കാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തില്ല. ഇത് എപ്പോഴും ലിക്വിഡിറ്റി ടാർഗറ്റ് വെക്കുന്നതാണ് നല്ലത്. പക്ഷേ സംടൈംസ് പ്രൈസ് ഒക്കെ കളക്ട് ചെയ്യണമെന്നില്ല, ഒന്നുകൂടി താഴോട്ട് വന്നിട്ടായിരിക്കും പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ബ്രേക്ക് കിട്ടിയുള്ള ചാൻസ് എന്താണ്, കൂടുതലാണ്. ഓക്കെ, സോ ഇതായിരുന്നു അന്നത്തെ ദിവസം ബൈൻ്റെ റീസൺ. അതായിരുന്നു ഏഷ്യൻ്റെ ലോ പ്രൊട്ടക്റ്റഡ് ആയിരുന്നു. ഡയറ്റ് എൻട്രി എടുക്കുന്ന നേരം കൺഫർമേഷൻ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഡയറ്റ് എൻട്രി എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാം. സെയിം ഇവിടെ അതന്നെ സംഭവിച്ചത്. ഈ ഒരു ബൈ, ഇത് ഫസ്റ്റ് ബൈ എനിക്ക് ബ്രേക്ക് ഓൺ ഹിറ്റ് ചെയ്തു. നമുക്ക് അബിക്ക് അബി ബ്രേക്ക് ബ്ലോക്കിലെടുത്ത്. പക്ഷെ ഇവിടെ എന്ത് കിട്ടി, സ്റ്റിൽ നമ്മൾ മാർക്കറ്റ് എന്താണ്, ബേസ്ഡ് ഓൺ കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമ്മൾ H1 ബേസിലുള്ള മാർക്കറ്റ് എന്താണ്, മീൻസ് ഡെയിലിന്റെ ബേസിലുള്ള മാർക്കറ്റ് എന്താണ്, ബുള്ളിഷ് ആണ് അല്ലേ? സോ വി ഹാവ് ലിക്വിഡിറ്റി സ്വീപ്പ്, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, സ്ട്രോങ് ക്യൂം കിട്ടി, ദെൻ വീക്ക് ക്യൂം വേണം. ഇതാണ് ആക്ച്വലി എന്ത്, ലിക്വിഡിറ്റി സ്വീപ്പ്. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്തത്, വീക്ക് ക്യൂമിന് വേണ്ടി വെയിറ്റ് ചെയ്ത്. അബി ഇവിടെ എൻട്രി എടുത്ത ബ്രേക്ക് ബ്ലോക്കിൽ അവൻ എന്ത് ചെയ്തു, സോറി ഇവിടെ അല്ലേ, ഇവിടെ
ഈ കാണുന്ന ഏരിയയില് അബിന്റെ ഫസ്റ്റ് ബൈ ഐ തിങ്ക് 1 മിനിറ്റിലാണ് എൻട്രി എടുത്തത്. 1 മിനിറ്റോ 3 മിനിറ്റ് നമുക്കൊന്ന് നോക്കാം. അടിച്ചിട്ടുണ്ട്. അവനെ എസ് എൽ അടിച്ചു. പക്ഷെ അത് കുഴപ്പമില്ലാത്ത എൻട്രി ഉണ്ടായിരുന്നു. വെച്ചാൽ നമുക്ക് വേണ്ട എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിക്വിഡിറ്റി ഈക്വൽ ലോ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഓക്കെ, ഐ തിങ്ക് 3 മിനിറ്റിൽ എൻട്രി എടുത്തതോ. ഇനിയിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഓടിയില്ലെങ്കിലാണ് പണിയാവുക. യാ 3 മിനിറ്റിൽ എൻട്രി എടുത്തത് തോന്നുന്നു. ഈ ഒരു കാണുന്ന എൻട്രി ഈ ഒരു ബൈ അവൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവന് ഭാഗ്യവശാൽ എന്ത് ഹിറ്റ് ചെയ്തു, ഹിറ്റ് ചെയ്തു. ഞാൻ എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത് ഫ്ലിപ്പ് സോണിലാണ്. അവിടെ ഫ്ലിപ്പ് സോൺ പ്ലസ് അത് ഫ്ലിപ്പ് സോൺ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റില്ല. ആക്ച്വലി നമ്മൾ എന്താണത്, ഇൻവെസ്റ്റ്മെന്റ് ആണല്ലേ ഈ സാധനം. അതെ എനിക്കത് ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. എനിക്കും ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. പക്ഷെ ഞാനാണ് റിസ്ക് ട്രൈ ചെയ്തതെന്നുള്ളൂ. വേറെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ സാധാരണ റിസ്ക് ബൈ ആയതുകൊണ്ടും പ്രൈസ് അധികം മുകളിലോട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ 1 മിനിറ്റിൽ എന്ത് ചെയ്ത് എൻട്രി നോക്കിയ 3 മിനിറ്റിലേക്ക് പോകുന്നതിന് പകരം 1 മിനിറ്റിൽ കൂടി ഞാൻ എന്ത് ചെയ്തു ഒരു ബൈ അവിടെ നോക്കിയത്. എനിക്ക് ഡാം ഷുവർ ആയിരുന്നു താഴത്ത് വന്ന് പണി കിട്ടുന്നു. പക്ഷെ പ്രോഫിറ്റ് കയറിയിട്ടുണ്ടോ വെച്ചാൽ അത്യാവശ്യം പ്രോഫിറ്റ് കയറിയിട്ടുണ്ടായിരുന്നു. നോക്ക്, പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ബ്രേക്ക് ഓൺ ആയിട്ട് ചെയ്ത് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ബ്രേക്ക് ആ സ്ട്രക്ചർ ബ്രേക്ക് ബ്ലോക്കിലാണ് എന്ത് ചെയ്ത് എൻട്രി വെച്ച് എൻട്രി ഹിയർ ബ്രേക്ക് ബ്ലോക്ക് ഓഫ് SL below the strong low. അതിട്ട് അധികം വെച്ചില്ല. ഏഷ്യന്റെ ഹൈ ജസ്റ്റ് സ്കാൽപ്പിംഗ് മാത്രം. ഓക്കെ, പക്ഷെ പ്രൈസ് പ്രീവിയസ് ആയിട്ടുള്ള ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് വെയിറ്റ് ചെയ്യാൻ ബോഡി ക്ലോസ് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തു. ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തു ഇമ്മീഡിയറ്റ് അല്ലായിരുന്നു. സോ പ്രൈസ് എന്ത് ചെയ്തു, ആ ലോസ് സ്വീപ്പ് ചെയ്തു. ആ ലോസ് സ്വീപ്പ് ചെയ്ത് എനിക്ക് ഡാം ഷുവർ ആയിരുന്നു പ്രൈസ് എന്ത് ചെയ്യുന്നുള്ളത്, ഈ സാധനം എടുക്കുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ സ്പോട്ടിൽ ആ ചാർട്ട് എന്ത് ചെയ്ത് ഷെയർ ചെയ്ത്. ഇതിന് തൊട്ട് താഴെയാണ് നമുക്ക് എന്ത് വരുന്നത്, ക്യൂമലൈൻ. ഈ ക്യൂമലൈൻ ഞാൻ സെലക്ട് ചെയ്ത സമയത്ത് ഞാൻ എൻട്രി ഞാൻ കുറച്ച് കയറ്റിയാ വെച്ചത്, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലിക്വിഡിറ്റി ഇല്ലേ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത സാധനം, ഇതിന്റെ തൊട്ട് താഴെ ഫ്യൂവിലേക്ക് വരാൻ വേണ്ടി വെച്ചില്ല. ഞാൻ വെച്ചാൽ കറക്റ്റ് അതിന് താഴെ വെച്ചിട്ട് കറക്റ്റ് ടാപ്പ് ചെയ്ത് അത്യാവശ്യം ബ്ലോക്ക് എടുക്കാൻ ബ്ലോക്ക് എടുക്കാഞ്ഞതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യൂമലൈനും റിജക്ഷൻ ബ്ലോക്കും തമ്മിൽ ചെറിയ ഡിഫറൻറ്റ് അല്ലേ ഉള്ളൂ. ആകെ പോയാൽ എത്ര വിപ്സിന്റെ ഡിഫറൻറ്റ്, എത്ര പോയിന്റ് ഡിഫറൻറ്റ് ഉള്ളൂ. ഒരു വിപ്പിന്റെ പോലും 0.2 വിപ്പിന്റെ എന്തേ ഉള്ളൂ ഡിഫറൻറ്റ് ഉള്ളൂ. അതിന് റിജക്ഷൻ ബ്ലോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എനിക്കും ബുള്ളിഷ് ഡയറക്ഷൻ ആയിരുന്നു. പക്ഷെ സംഭവം ഞാൻ 1 ഹവറിന് വരുമ്പോഴേ എനിക്ക് അതിന്റെ താഴെയുള്ള ഇംബാലൻസ് അതൊരു ഈ കാണുന്ന ഏരിയ നീ ബൈ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് ഞാൻ നോക്കിയായിരുന്നു, അവിടെ വന്നില്ല ഞാൻ. ഈ ബൈ ചെയ്തിട്ടില്ലായിരുന്നു അന്ന്? ഇല്ല, ഞാൻ ആ ബൈ ചെയ്ത കാരണം എനിക്ക് ഈ 2 ലൈനും റിലേറ്റീവ് ലോ ആയിട്ട് തോന്നിയത്. അങ്ങനല്ലേ? അപ്പൊ ഞാന് താഴെ നോക്കി, പക്ഷെ ഇത് ഇങ്ങനെ വന്നു പോയി. കറക്റ്റ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ ആയാലേ മാർക്കറ്റ് ചോദിച്ചത്. കാരണം ട്രേഡിംഗ് റേഞ്ച് വെച്ച് നോക്കുമ്പോഴും അവിടെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു. 50 മിനിറ്റിന്റെ ഇതാണ് ആക്ച്വലി ട്രേഡിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ട്രേഡിംഗ് റേഞ്ച് ആക്ച്വലി എക്സ്പാൻഡ് ആവാ ചെയ്തല്ലേ, എക്സ്പാൻഷൻ നടക്കല്ലേ ഇത്. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് 50 മിനിറ്റിന്റെ കഴിഞ്ഞു. ഇനി പുതിയ റേഞ്ച് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത്. ഇതാണ് കുറച്ചുകൂടി ട്രേഡ് നോക്കാൻ ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഒരു ഏരിയ പിക്ക് ചെയ്തതും ഞാൻ നമ്മുടെ ഡിസ്കോഡിനകത്ത് ഞാൻ ടെലിഗ്രാമിനകത്ത് ഈ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു, പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടി. കറക്റ്റ് പ്രൈസ് അവിടെ വന്ന് ടാപ്പ് ചെയ്തു. പിന്നെയുള്ള ന്യൂസിന്റെ മൂവ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു പോക്ക്. ഇതേ സെയിം ഡേ നമുക്ക് 5 മിനിറ്റ്സിന്റെ എൻട്രി ഉണ്ടായിരുന്നു. ഈ ന്യൂസിന്റെ മൂവ് നമുക്ക് കളക്ട് ചെയ്യായിരുന്നു. പക്ഷേ CT ഉള്ളതുകൊണ്ട് ഞാൻ ആ ട്രേഡ് എന്ത് ചെയ്യാൻ
പോസ്റ്റ് ചെയ്യാൻ സെയിം ഇത് നമുക്ക് വേറെ ബൈ ഉണ്ടായിരുന്നു 5 മിനിറ്റിന്റെ ബേസിൽ കാണിച്ചു തരാം. ജസ്റ്റ് 5 മിനിറ്റിലേക്ക്. പക്ഷെ CPIന്റെ ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ന്യൂസിന് ഞാൻ പറയാൻ. ഇത് വേണ്ടോ? എന്തായാലും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് ന്യൂസ് ട്രേഡ് അല്ലേ ഇത്? ആ ന്യൂസ് ട്രേഡ്. അതുകൊണ്ട് ഞാൻ ഡിസ്കൗണ്ടിനകത്ത് ഇടാൻ ന്യൂസ് ട്രേഡ് സീനാണ്. ഞാനത് മനഃപൂർവ്വം പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഡിസ്കോഡിൽ വിട്ടില്ല, ഞാൻ ടെലിഗ്രാമിൽ ഒന്നും ഞാൻ സാധിച്ചിട്ടില്ല. അത് മനഃപൂർവ്വം ഞാൻ ചില എങ്ങാനും പണി കിട്ടിയാലും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്താണ് ഒഴിവാക്കിയതാണ് ഈ സാധനം പോസ്റ്റ് ചെയ്യാൻ. ഞാൻ എൻട്രി എടുക്കായിരുന്നു ക്യൂഎംഎൽ ലൈനിൽ. പക്ഷെ റിസ്ക് ആയിരുന്നു. ന്യൂസ് ഉണ്ടായിരുന്നു. ന്യൂസ് മിക്കവാറും ഒഴിവാക്കുന്നതാണ് നല്ലത്. കറക്റ്റ് ഒരു RR കിട്ടിയ 3.61 RR കിട്ടിയിട്ടുണ്ട്. പക്ഷെ ന്യൂസ് കണ്ടോണ്ട് ഇത് ആക്ച്വലി ഈ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ 3.61 അല്ലേ RR വന്നേ. ഇത് എനിക്ക് തോന്നുന്നു എങ്ങനെ പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. എനിക്ക് ഇതാണ് ഓഡിയോസ്റ്റ് ഇങ്ങനെ കിട്ടിയത്. $2,000 കയറുന്നത് $3,000 ഇങ്ങനെ കിട്ടിയത്. അന്ന് കയറിയ പ്രോഫിറ്റ് തന്നെ. അത് ഈ സംഭവം ഉണ്ടായതാണ്. അതെന്തോ ഭാഗ്യത്തിന്. അല്ല എനിക്ക് രണ്ടും പണിയിട്ട് ഓടെ SL ഈ ഒരു SL കിട്ടി. ഈ ഞാൻ ലെയർ ചെയ്തു. ഡാറ്റന്റെ ഒരു കൺഫർമേഷൻ എന്ത് എടുത്തു. ഈ എനിക്ക് $250 ആവുന്നുണ്ട്. പക്ഷേ ടോട്ടൽ എനിക്ക് $500 ആവേണ്ട. അപ്പൊ ഒന്നിന് 250 ആയിട്ട് രണ്ടിലും 250 rupees ആണ്. പക്ഷെ ഒന്നിനകത്ത് എനിക്ക് SL കിട്ടിയിട്ടുണ്ടായിരുന്നു $750 വന്നു. മറ്റതിനകത്ത് $300 ലോസ് വന്നു. രണ്ടിലും 250 പോകുന്നത് എനിക്ക് അറൗണ്ട് $1,000 എന്ത് വന്ന് ലോസ് വന്ന്. $50,000 അക്കൗണ്ട് 250 വരില്ലേ? 50,000 അല്ലേ? 250 വരും. 0.5% വരുമ്പോ. അല്ല അത് SL ടാർഗറ്റ് ആയിരുന്നില്ലേ? അല്ല SL $250. ടാർഗറ്റ് 750 കിട്ടിയേ. അല്ല ടാർഗറ്റ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ട്രേഡിനകത്ത് 2,000 സംതിങ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ RR കിട്ടേണ്ടേ. പക്ഷെ 3,000 സംതിങ് എന്ത് ചെയ്തു പോയി. സ്ലിപ്പേജ് വന്നാണ്. ഇതേ സെയിം സാധനം. ഇപ്പൊ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എക്സിറ്റ് ആകാൻ ചിലപ്പോൾ ഇവിടെ കാര്യം കിട്ടുന്നുണ്ടാവാം. നല്ല പ്രോഫിറ്റ് കയറേണ്ടതായിരുന്നു. പക്ഷെ എന്താ വെച്ചാല് ന്യൂസിലാണ്ട് ഞാൻ പിന്നെ ഉണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ അന്ന് നല്ലൊരു 2 ട്രേഡ് എടുത്തതല്ലേ. ഈ ഒരു ട്രേഡ് നൈസായിട്ട് നമ്മൾ പിക്ക് ചെയ്തതല്ലേ. അതുകൊണ്ടാണ് പിന്നെ അത് പോസ്റ്റ് ചെയ്യാൻ. പിന്നെ 5 മിനിറ്റ് ആണ്. എങ്ങാനും പണി കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അക്കൗണ്ട് ബ്ലോ ഉള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞു വെറുതെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല അക്കൗണ്ട്സിന് 3 മിനിറ്റിന് മുന്നേ എടുക്കണമല്ലോ, അല്ലെങ്കിൽ 2 മിനിറ്റ്. നോർമലി ഒരു ന്യൂസ് ടൈം നമ്മൾ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ഈവൻ ദോ നമ്മളെ ആക്ച്വൽ ബ്രോക്കർ ആണെങ്കിൽ പോലും ചില റീൽ എന്തുണ്ടാവും, സ്ലിപ്പേജ് ഉണ്ടാവും അല്ലെ. ചെറിയൊരു സ്ലിപ്പേജ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇതിന്റെ FX ടൈമിൽ പോലെ എനിക്ക് ചെറിയൊരു സ്ലിപ്പേജ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ചെറിയ വലിയ മേജർ അല്ല, ചെറിയൊരു സ്ലിപ്പേജ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇത് എന്റെ ഫ്രണ്ട് ഫോളോ ചെയ്യുന്ന ഒരു റിസ്ക് മാനേജ്മെന്റ് സ്ട്രാറ്റജി ആട്ടോ. അവൻ ചെയ്യുന്ന വെച്ചാൽ സപ്പോസ് നീ 1% ആണ് റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചോ. ഓക്കെ, 1% ടോട്ടൽ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എൻട്രി ന്യൂസ് ടൈമിലാണെന്ന് വെച്ചോ, അവൻ എന്ത് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാല് ഈ 1% 30% മാത്രം എന്ത് ചെയ്യുള്ളൂ, 0.30% മാത്രം റിസ്ക് ചെയ്യുള്ളൂ. 70% അവനെ അഡ്വാൻസ് ആയിട്ട് റിസ്കിൽ വെക്കുക. വെച്ചാൽ ഇൻ കേസ് ന്യൂസ് വന്ന് ഹിറ്റ് ചെയ്യാനും സ്ലിപ്പേജ് വരാണെങ്കിൽ മാക്സിമം എത്ര പെർസെന്റേജ് ഡ്രോ ഡൗൺ പോകുള്ളൂ? 1%. നമ്മുടെ കാൽക്കുലേഷൻ മനസ്സിലായില്ലേ? എനിക്കൊന്നും പറയോ? ടോട്ടൽ അവൻ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 1% ആയിരിക്കും ഒരു ട്രേഡിനകത്ത്. ഓക്കെ, 1% ആണ് ടോട്ടൽ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ, 1% ആയിരിക്കും ടോട്ടൽ റിസ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ന്യൂസ് ടൈമിൽ എൻട്രി ആയതുകൊണ്ട് നീ 1% സ്പ്ലിറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.30% അവൻ എന്ത് ചെയ്യുള്ളൂ, റിസ്ക് ചെയ്യുള്ളൂ. അപ്പൊ നീ ഒരു കാര്യം മനസ്സിലാക്ക്, ഈവൻ ദോ സ്ലിപ്പേജ് വരുവാണെങ്കിൽ നീ 0.30% ആ റിസ്ക് എന്ത് ചെയ്യൂല, നിൽക്കൂല. ചിലപ്പോൾ 0.70 ഒക്കെ എന്ത് ചിലപ്പോ 100ലാണ് ചിലപ്പോൾ SL വെച്ചാൽ ചിലപ്പോൾ സ്ലിപ്പേജ് ഒക്കെ ചിലപ്പോൾ 80 അല്ലെങ്കിൽ 85 90 ആയിരിക്കും എന്ത് കിട്ടുന്നുണ്ടാവുക, SL ട്രിഗർ ആവുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 1% റിസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ പോകുന്ന ലോസ് വെച്ചാൽ 1% പ്ലസ് ചിലപ്പോൾ ഒരു സപ്പോസ് ഒരു 0.7% ഡ്രോ ഡൗൺ പോകുന്നുണ്ട്. അപ്പോൾ 1.7% എന്ത് പോകേണ്ടാണ്, ഡ്രോ ഡൗൺ പോവല്ലേ. ഒരു എക്സാമ്പിൾ ആയിട്ട് 7.7% ആണ് ആ സ്ലിപ്പേജ് കാരണം ഡ്രോ ഡൗൺ പോകണം. അപ്പോൾ 1% പ്ലസ് 0.7, അപ്പൊ ടോട്ടൽ 1.7% എന്ത് ഡ്രോ ഡൗൺ പോകും. അറ്റ് ദ സെയിം ടൈം
1% ആണ് അവൻ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് ചെയ്യുന്ന 1% റിസ്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെ അവൻ 30% മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, റിസ്ക് ചെയ്തിട്ടുള്ളൂ. മുമ്പത്തെ അവന്റെ എക്സ്പീരിയൻസ് പ്രകാരം എനിക്ക് അറിയാം ബ്രോക്കറിൽ 0.7% വരെ എന്ത് പോകാൻ ചാൻസ് ഉണ്ട്. ക്ലിക്ക് ഇത്രയൊന്നും വരാറില്ല. എക്സ്ട്രീമിലൊക്കെ 0.20 അത്ര അതിന് താഴേക്കാ പോകാറുള്ളൂ. പക്ഷെ ഇൻ കേസ് കുറച്ച് ഒരു ഫോറസ്റ്റോ അല്ലെങ്കിൽ ഒക്ടാഫിക്സ് പോലെ ബ്രോക്കേഴ്സ് ഒക്കെ ഇത്രയൊക്കെ പോകാൻ ചാൻസ് ചിലപ്പോൾ കൂടുതൽ പോകും. ഇല്ല, എനിക്ക് ഒരു പ്രാവശ്യം 5 വെച്ചിട്ട് 11 വന്നിട്ടുണ്ട്. ആ അതുപോലെ തന്നെ നമ്മളിപ്പോ പ്രോപ്പർട്ടി ഫേംസിലൊക്കെ അതിനേക്കാളും കൂടുതൽ എന്ത് വരും, സ്ലിപ്പേജ് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ റൂൾ എന്ത് ചെയ്യാൻ ഫോളോ ചെയ്യാം, 0.30 റിസ്ക് ചെയ്യാം, 70% അഡ്വാൻസ് റിസ്കിൽ വെക്കാം. ഇൻ കേസ് പ്രൈസ് നിങ്ങൾക്ക് താഴോട്ട് പോകാൻ ടോട്ടൽ 1% അടുത്തൊക്കെ നമുക്ക് എന്ത് സംഭവിക്കാറുള്ളൂ, ലോസ് സംഭവിക്കാമല്ലോ. അപ്പൊ ഇത് റിസ്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ 1.7 റിസ്ക് ചെയ്യുന്നതാണ്, 1% ആണ്. അപ്പൊ നല്ലത് 1% റിസ്ക് ചെയ്യുന്നതല്ലേ. ഓൾറെഡി ന്യൂസ് ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലേ. അപ്പൊ അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത് ആ ഒരു ഏരിയയിലുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മണി മാനേജ്മെന്റ് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ആ ദിവസത്തെ എൻട്രി പ്ലാൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് എൻട്രി നമ്മുടെ ക്ലോസിംഗ് ഫ്രൈഡേ ആയിരുന്നു. ഫ്രൈഡേ നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്ത പോലെ ഏഷ്യയുടെ ഹൈ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷാണ്, എല്ലാ ഹൈയും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യന്റെ ലോ നമുക്ക് പ്രൊട്ടക്റ്റഡ് അല്ല. സോ ബിലോ ദ ലോ നമുക്ക് ബേസ്റ്റ് റൗണ്ട് ഇന്റർവെല്ലി നമുക്ക് എന്തുണ്ട്, ഒരു ട്രേഡിംഗ് റേഞ്ച് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ നെക്സ്റ്റ് ടൈം ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഒന്നും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ന്യൂസ് സ്റ്റാൻഡിൽ അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടോളം ഇത് മറ്റേ പാറ്റേൺ തന്നെയല്ലേ, ന്യൂസ് സ്കാൻഡിന്റെ ഉള്ളില് ബെയറിഷ് ഏഷ്യൻ റേഞ്ച്, പിന്നെ ട്രേഡിംഗ് വന്നിട്ട് നേരെ ബുള്ളിഷ് അല്ല, മാർക്കറ്റ് ഡയറക്ഷൻ ബുള്ളിഷ്. ഓക്കെ, മാർക്കറ്റ് ഡയറക്ഷൻ ബുള്ളിഷ് ഇൻസൈഡ് ന്യൂസ് സ്കാനിനകത്ത് ഏഷ്യ ബെയറിഷ്, ഏഷ്യ ബെയറിഷ് ഓർ കൺസോളിഡേഷൻ, സംതിങ് ലൈക്ക് AMD, AMT, accumulation, manipulation, is in the same accumulation, manipulation, distribution. AMD ഇട്ടിട്ടുണ്ട് അവിടെ. എനിക്കൂടെ സെല്ല് ഉണ്ട്. പക്ഷേ ഏതല്ലേ ഞാൻ പ്രൊട്ടക്റ്റഡ് ഏഷ്യ സെല്ല് എടുത്തത്. പ്രൊട്ടക്ടേഷനിലേക്ക് സെല്ല് എടുക്കുക എങ്ങനെയാ അറിയാം, പ്രൈസ് ഇവിടെ ഒന്നും വന്നില്ല, ഏഷ്യയുടെ ലോയും സ്വീപ്പ് ചെയ്യില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ക്യൂമലയിൽ സെല്ല് നോക്കായിരുന്നു. ഇവിടെ സെല്ല് നോക്കായിരുന്നു, അത് സീനൊന്നുമില്ല, അത് വാലിഡ് എൻട്രി തന്നെയാണ്. എന്നുവെച്ചാൽ ഈ സമയത്ത് മാർക്കറ്റ് ഒരു ന്യൂസിലാൻഡിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് കൺസംഷനിലേക്ക് ഒരു റേഞ്ച് ബൗണ്ട് ആയിരിക്കും. അപ്പൊ മിക്ക സമയത്തും ട്രേഡ് ബാക്ക് ചെയ്യുന്നത് നല്ലത്, ഞാൻ പ്രിഫർ ചെയ്യുന്നതാണ്. ഇനി അതല്ല എൻട്രി എടുക്കുന്നത് നമുക്ക് റിസ്ക് കുറച്ചിട്ട് എൻട്രി എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. സോ ഇവിടുത്തെ സിനാരിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആയിരുന്നു. ഏഷ്യ സ്കെയിൽ എന്നെ സംബന്ധിച്ചോളം ഇതാണ് എന്റെ സ്ട്രോങ് ലോ, ഇതെന്റെ വീക്ക് ഹൈ. നേരത്തെ നീ പറഞ്ഞ എനിക്ക് എന്തെങ്കിലും കൗണ്ടർ ട്രെൻഡ് ചെയ്യാം, പക്ഷെ റിസ്കി. ദെൻ പ്രൈസ് ഫൈനലി ബ്രേക്കർ ബ്ലോക്കിൽ വന്ന് ടാപ്പ് ചെയ്തു. ഇൻഫർമേഷൻ 3 മിനിറ്റ് ഓർ 5 മിനിറ്റിൽ എന്തുവാണ് എൻട്രി ഉണ്ടായിരുന്നു. 3 മിനിറ്റ് 5 മിനിറ്റ് സെയിം ഏരിയ തന്നെയാണ്. 5 മിനിറ്റ് ഉണ്ടോ? ഷോർട്ട് പോയി. Liquidate sweep, breakout structure, breaker block എന്ത് ചെയ്യാം, സെല്ല് ബിലോ, വലിയ എസ് ടാർജറ്റ് അങ്ങ് ദൂരെ. ഫസ്റ്റ് ടാർജറ്റ് നമുക്ക് അയാളെടുക്കാം. ഓക്കെ, സെക്കൻഡ് ടാർജറ്റ് നമുക്ക് എവിടേക്ക് വെയിറ്റ് ചെയ്യാം, ഇയാളിലേക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് പ്രൈസ് രണ്ടും കളക്ട് ചെയ്തിട്ടുണ്ട്. ബടിയാ ഞാൻ എൻട്രി എടുത്തിട്ടില്ല ഫ്രൈഡേ. ഓക്കെ, സോ ഫ്രൈഡേ പൊതുവെ ഞാൻ മാർക്കറ്റിന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാണ് ചെയ്യാറ്. ഇനി എൻട്രി കിട്ടുവാണെങ്കിൽ തന്നെ പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കിട്ടുവാണെങ്കിൽ എടുത്തിട്ട് പോകാറുള്ളൂ. ചില എനിക്ക് ബ്രേക്ക് ചെയ്യാൻ വെക്കാറില്ലെങ്കിലും ടൈം വേണം. പള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്രേക്ക് വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അത് നോക്കിയത്. കുഴപ്പമൊന്നുമില്ലല്ലോ, അതിന്റെ നമുക്ക് ആ ഒരു വീക്ക് അത്യാവശ്യം ഡീസന്റ് പ്രോഫിറ്റ് അല്ലേ കയറിയ ഒരു ട്രേഡ്. എന്നാലും പുറത്തു പോകുമ്പോൾ നമുക്ക് കാരണം കറക്റ്റായിട്ട് വരുമ്പോ അടിക്കൂല, മാറ്റേണ്ട കാര്യമില്ല. 1 2 3 ട്രേഡ് അത്യാവശ്യം ഉണ്ട്. പിന്നെ ഇതും 4 ട്രേഡ്. അത് NF ആയിരുന്നു. കുഴപ്പമില്ലാത്ത RR എന്തായിട്ടുണ്ടാവും, അപ്പായിട്ടുണ്ടാവും.
0.5 റിസ്ക് ചെയ്താൽ അത്യാവശ്യം ഡീസന്റ് പ്രോഫിറ്റ്. മിക്ക എല്ലാ ട്രേഡും നമുക്ക് ഒരു 0.3% മുകളിൽ എന്തുണ്ട്, മീൻസ് 3R മുകളിൽ റിസ്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പോലെ ഡീസന്റ് പ്രോഫിറ്റ് നമുക്ക് അതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞത്. പ്രശ്നം ഇതിന്റെ റെക്കോർഡിംഗ് ഉണ്ടായാൽ മതിയായിരുന്നു. അവർ നേരെ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യായിരുന്നു ബ്രേക്ക് ഡൗൺ ആയിട്ട്. നമ്മളതിനകത്ത് ഒത്തിരി ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, പി കാണുന്ന ഏരിയ. ലാസ്റ്റ് വീക്കും അതിന്റെ മുന്നത്തെ എല്ലാ വീക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ തൊട്ടുള്ള ബൈ 2 വീക്സ് 3 വീക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ബൈ മുതൽ ഇവിടെ ഉണ്ടായ സെല്ല് മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സെല്ല് മുതൽ നമ്മൾ അവിടെ അല്ല, എവിടെയാണ് എവിടെയെങ്കിലും കിടക്കട്ടെ, നമ്മൾ ഡിസ്കസ് പക്ഷെ ഓടി ഉണ്ടാവും. സോ ഇതായിരുന്നു അതെ. ഇപ്പൊ നമ്മിപ്പോ പ്രൊട്ടക്ടേഷൻ നമുക്ക് കിട്ടി. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ ഫസ്റ്റ് എൻട്രി തന്നെ ഇപ്പൊ 1% ഒരു ദിവസം റിസ്ക് വെക്കണമെങ്കിൽ 1% ടോട്ടൽ എടുത്ത് നോക്കോ, അല്ലെങ്കിൽ അതല്ല ഞാൻ സാധാരണ ഞാൻ മിക്ക സമയത്തും ചെയ്യാറ് ബിസിനസ് ഏഷ്യ ട്രേഡ് ചെയ്യുന്ന സമയത്ത് പൊതുവേ ഞാൻ റിസ്ക് സ്പീക്ക് ചെയ്ത ട്രേഡ്. പിന്നെ പൊതുവേ ഏഷ്യ ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് എൻട്രി ഞാൻ മാക്സിമം ഒഴിവാക്കാനാണ് ഞാൻ ശ്രമിക്കുക. ഇപ്പൊ കുറച്ചായിട്ട് കേട്ടോ, കുറച്ചായിട്ട് മാക്സിമം ഒഴിവാക്കാനാണ് ശ്രമിക്കുക. വെച്ചാൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിപ്പോ ജൂലൈ അല്ലേ, മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ഏഷ്യ ഭയങ്കര ഷോക്കായിരുന്നു. ശ്രദ്ധിച്ചാൽ ഫെബ്രുവരി ഭയങ്കര ഷോക്ക് ഏഷ്യ. ഏഷ്യ ഡാറ്റ എൻട്രി എടുക്കുന്ന എല്ലാം ഫ്ലോപ്പാ, കൺഫർമേഷൻ എൻട്രി പോലെ കിട്ടുന്ന പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ സമയത്തുള്ള എൻട്രീസ് കാര്യങ്ങളെല്ലാം ഞാൻ ഏഷ്യ ഡാറ്റ എൻട്രി എടുക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏഷ്യ സ്റ്റാർട്ട് ചെയ്ത് ജൂണിൽ ഒരു ഫസ്റ്റ് വീക്ക് ഒന്ന് സ്മൂത്ത് ആയിട്ട് പോയപ്പോഴാണ് ഞാൻ ഏഷ്യന്റെ ബേസിൽ ഡാറ്റ എൻട്രീസ് എന്ത് ചെയ്തത്, അതും ഞാൻ വളരെ റിസ്ക് കുറച്ചിട്ടുള്ള എൻട്രീസ് ഞാൻ എന്ത് ചെയ്തത് എടുത്തു തുടങ്ങിയത്. ഒരിക്കലും ഡാറ്റ എൻട്രി 1% റിസ്ക് എടുത്തൊന്നും എന്ത് ചെയ്യാറില്ല, ട്രേഡ് ചെയ്യാറില്ല. 50 വെച്ചിട്ട് ചെയ്യും. 0.5 0.30 വെച്ചിട്ട് ഡാറ്റ എൻട്രി എക്സിക്യൂട്ട് ചെയ്യും. കൺഫർമേഷൻ എൻട്രി 0.70 0.5 എന്ത് ചെയ്യും. അപ്പൊ ഒരു 2 എൻട്രി പ്ലാൻ ചെയ്യൂലേ, അതനുസരിച്ച് റിസ്ക് സ്പ്ലിറ്റ് ചെയ്യൂലേ? ഓക്കെ, 2 എൻട്രി മാൻഡേറ്ററി ഒന്നുമല്ല കേട്ടോ, കിട്ടുവാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. പിന്നെ ഒരു വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി മന്ത്ലി ടാർഗറ്റ് ഉണ്ട് എനിക്ക്. അതിനകത്ത് ഏതെങ്കിലും ഫസ്റ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, പേഴ്സണലി എനിക്ക് തരുന്ന അക്കൗണ്ട്, ഇൻവെസ്റ്റേഴ്സ് തരുന്ന അക്കൗണ്ട് അവര് 2 ഡേയ്സ് കൂടുമ്പോ 3 ഡേയ്സ് കൂടുമ്പോ എന്ത് ചെയ്യും, പുതിയ അക്കൗണ്ടാണ് തരിക. ഒരു സിംഗിൾ അക്കൗണ്ട് അല്ല വെച്ചാൽ ഇപ്പം ഒരു നിശ്ചിത പെർസെന്റേജ് അപ്പ് ആയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അതിന് പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ട് പുതിയ ക്രെഡൻഷ്യൽ എനിക്ക് അയച്ചു തരാം. അപ്പൊ അതിനൊരു പ്രശ്നമുണ്ട്. അപ്പോ അവര് ടാർഗറ്റ് പറഞ്ഞിട്ട് ആ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അവര് ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പൊ ആ ഇതെത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ മിണ്ടായിരിക്കുക ചെയ്യാറ്. ടാർഗറ്റ് ആക്ച്വലി നമ്മളാണ് സെറ്റ് ചെയ്യുക. പക്ഷെ വലിയ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്ത് ചെയ്യും, എമൗണ്ട് ഒരു പെർസെന്റേജ് അച്ചീവ് ആയി കഴിഞ്ഞാൽ വിഡ്രോ അടിച്ചുകൊണ്ടേയിരിക്കും. ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൾട്ടി ബാങ്ക്സ് വെച്ചാൽ ഈ ഒരു ഹെഡ്ജ് ഫണ്ട്സ് ഒക്കെ അല്ലേ, അത്തരം പ്ലാറ്റ്ഫോംസ് ഒക്കെ അവർ ആക്ച്വലി നമ്മളെ ഹയർ ചെയ്യുന്നതാണ്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് ആണ് വരിക, അതിന്റെ ബേസിൽ നമ്മൾ ഹയർ ചെയ്യും. കോൺട്രാക്ട് ആണ് വരുന്നത്. ഇവിടെയുള്ള കമ്പനീസ് അല്ല, പുറത്തുള്ള കമ്പനീസ് ആണ്. നിങ്ങൾക്കും ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിനെ കിട്ടും, സുഖമാണ്. നിങ്ങൾക്ക് ഇതുപോലെ മൾട്ടി ബാങ്ക്സിന് അല്ലെങ്കിൽ ഒരു വലിയ ഇൻവെസ്റ്റ് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഫണ്ട് ഇറക്കി കളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ പ്രൊഫൈൽ ലിങ്ക്ഡിനകത്ത് നോക്കിയിട്ട് അവർക്ക് ട്രേഡിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധം ഉണ്ടാവണം കേട്ടോ. അവർക്ക് കൊട്ടേഷൻ പ്രൊഫൈൽ നമ്മൾ അയക്കുക ചെയ്യാറ്, ഞാൻ ഇന്ന സംഭവം ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള ഹിസ്റ്ററീസ് കാര്യങ്ങൾ. ആക്ച്വലി എലമെന്റ് എന്ന ബ്രാൻഡ് തുടങ്ങാനുള്ള കാരണം തന്നെ ഈ ഇൻവെസ്റ്റേഴ്സിനെ ചാക്കിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ആലോചിച്ചു, ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം റിട്ടേൺസ് കിട്ടും. പ്രോഫിറ്റ് വളരെ കുറവാണ്, പക്ഷെ റെസ്പോൺസിബിലിറ്റി എന്താണ്, വളരെ കൂടുതലാണ്. ഇപ്പൊ നിന്നെ പഠിപ്പിച്ച മെന്റർ ആരാണെന്ന് നിനക്ക് അറിയാലോ, പുള്ളി ഇപ്പൊ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി നിനക്ക് അറിയാലോ. പക്ഷെ ഞാൻ ആ ഒരു കാര്യം നിങ്ങളോട് കാണിക്കുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചുള്ള ഇത് ബിസിനസ് അല്ല, പാഷന് പുറത്ത് ചെയ്യുകയാണ്. പ്ലസ് എനിക്ക് ഒരു ഫാമിലി ബിൽഡ് ചെയ്യണം. എനിക്ക് സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണം ട്രേഡിങ്ങിന്റെ ടൈമിൽ. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാകുമ്പോൾ എനിക്ക് സുഖമാണ്. ഞാൻ ഈ വീടിന്റെ അകത്ത് മാത്രം ഇരിക്കുന്ന ആള്. ഞാൻ ഒരു 9 ദിവസം ഇങ്ങനെ ഇരുന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ എനിക്ക് മതിയായി. ഈ വീടിനകത്ത് മാത്രം ഇരിക്കുന്ന ആള്. ഞാൻ ആകെ പോകുന്നത്
ഒരു 1 മന്തിലൊരു ഒരു 5 ഡേയ്സ് എങ്കിലും ഒരു യാത്ര പോകും. അല്ലാത്ത സമയത്ത് മിക്ക സമയത്തും വീട്ടിലാണ്. ഫ്രണ്ട്സുകളെല്ലാം എബ്രോഡും ബാക്കി പ്രൊഫഷണൽസും കാര്യങ്ങളും. അപ്പൊ അവരൊക്കെ എത്തുമ്പോൾ മിഡ് നൈറ്റ് ആവും, അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ ആവും. നൈറ്റ് പൊതുവെ ഞാൻ പുറത്ത് പോകുന്ന കുറവാണ്. എനിക്ക് വിഷ്വൽ പ്രശ്നമുള്ള ഡ്രൈവിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു സമയത്ത് മിക്ക സമയത്ത് ഞാൻ വീടിനകത്തായിരിക്കുന്നു. വീടിനകത്ത് ഇരിക്കുന്ന എനിക്ക് സംസാരിക്കുന്ന ആരെങ്കിലും വേണ്ടേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരെങ്കിലും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ യൂസ്ഡ് ആയി. ഇപ്പൊ ഒരു 5-6 വർഷമായില്ലേ, 5-6 വർഷമല്ലേ, 7 വർഷത്തിന്റെ അടുത്തായി ഇപ്പൊ ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് 5 വർഷമായി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ പോകുന്നു. സോ നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാന്ന് പറയാൻ ഇപ്പൊ നമ്മ എത്ര വർഷത്തെ കാണിച്ചു കൊടുക്കും? നമ്മൾ ചെയ്തെന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എലമെന്റിൽ എന്ന് പറഞ്ഞ കമ്പനി ആദ്യം എക്സ്പാൻഡ് ചെയ്ത്, ഓക്കെ, ആ ഒരു ബ്രാൻഡിന്റെ ഐഡന്റിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇൻവെസ്റ്റേഴ്സിനെ ബാക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഒരു കേരള ബേസ്ഡ് ആയുള്ള ഒരു ഫോറക്സ് ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 2009 തുടങ്ങി 2018 നമ്മൾ ടീച്ചിങ് ഇൻഡസ്ട്രിയിലായിരുന്നു. ഒരുപാട് ആളുകളെ പഠിപ്പിച്ചു. ഞാൻ തന്നെ അറൗണ്ട് 3000+ സ്റ്റുഡൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, റെക്കോർഡും ലൈവ് പേഴ്സണൽ ബാച്ച് എല്ലാം ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരു ബയോഡാറ്റ വെച്ച് നമുക്ക് സ്റ്റുഡൻസിനായി തരുന്ന ഫീഡ്ബാക്ക് ഉണ്ടല്ലോ, ഈ ഫീഡ്ബാക്കും കാര്യങ്ങൾ നമ്മൾ പ്രീവിയസ് ആയുള്ള ട്രേഡ് ബ്രേക്ക് ഡൗൺസ് കാര്യം ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജേണൽസ് ഒക്കെ ഉണ്ടല്ലോ, ട്രേഡ് ജേണൽസ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവരെ പ്രപ്പോസ് ചെയ്യുന്നത്. ഒരിക്കലും പ്രോഫോംസിന്റെ ജേണൽ വെച്ചിട്ട് എനിക്ക് അപ്രോച്ച് ചെയ്യേണ്ടി പറ്റില്ല. ചില പ്രോഫോംസ് എന്റെ പ്രോഫോംസ് ഏറി പോയി 5-6 മാസം വരെ എന്റെ പ്രോഫോംസ് എന്ത് ചെയ്യാറുള്ളൂ, നിൽക്കാറുള്ളൂ. എന്റെ ഇടത്തിന് എപ്പോഴും അക്കൗണ്ട് എന്തായി പോകാറുണ്ട്, ഗ്ലോ ആയി പോകുന്നു. ചില എനിക്ക് എമോഷണലി ഞാൻ കുറച്ച് വീക്ക് ആയുള്ള, അപ്പൊ ഈ സമയത്ത് എനിക്ക് എന്താവും, എന്തെങ്കിലും പ്രശ്നങ്ങളെ കാര്യം വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, എമോഷണൽ നല്ല ഡൗൺ ആവും, എന്റെ അക്കൗണ്ട് ബ്ലോ ആയി പോകണം. അപ്പൊ എനിക്ക് ആ പ്രോഫോംസിന് ബാറ്റ് ഒന്നും എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ചില എന്റെ ഇല്ല. പിന്നെ എലമെന്റ് എന്ന പ്ലാറ്റ്ഫോം തുടങ്ങിയ ശേഷം എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ പേഴ്സണൽ അക്കൗണ്ട്സിൽ എന്ത് ചെയ്യാനും പറ്റില്ല, പേഴ്സണൽ ഇൻകം വെച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഓക്കെ, എല്ലാ വർഷം ITR ഫയൽ ചെയ്യുന്ന ഒരുപാട് വർഷങ്ങളിൽ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ വിഡ്രോവൽ എടുക്കുവാണെങ്കിൽ പോലും ക്രിപ്റ്റോയിൽ വിഡ്രോവൽ എടുത്ത് അതൊരു P2P മാർക്കറ്റിലോ എന്തെങ്കിലും കൊണ്ടുപോയി സെൽ ചെയ്തിട്ടൊക്കെ എന്റെ ഫ്രണ്ട് ഉണ്ട് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള, അവന് ഫണ്ട് അയച്ചിട്ട് അവൻ എനിക്ക് ഇവരുടെ നാട്ടിലേക്ക് അയച്ചിട്ടൊക്കെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇത് ജീവിക്കാനുള്ള ഫണ്ട് മാത്രം വിഡ്രോവൽ എടുത്ത് ബാക്കിയുള്ള സാധനം ക്രിപ്റ്റോയിൽ തന്നെ പല എന്താ പറയാ മീൻസ് കോയിനിലാണെങ്കിലും ഫൈനാൻസ് ബിറ്റ് കോയിനിലാണെങ്കിലും ഇതുപോലെ പല ഇതിനകത്ത് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെയും 1-2 ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ക്ലോത്തിങ് ബ്രാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പല പ്രോജക്റ്റിലും. അപ്പം ആസ് എ ട്രേഡർ ഞാനിവിടെ ബിസിനസ് ആണ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഇൻകം ഞാൻ ഇതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ട്രേഡിങ്ങിനകത്ത് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, ഇപ്പൊ ഇവിടെ ആരൊക്കെ ഉണ്ട് ഈ മീറ്റിംഗിനകത്ത്? ലിയോജി ഉണ്ട്. ലിയോജിന്റെ അവിടെ തന്നെ ഉണ്ടോ? നിഖിൽ അവിടെ ഉണ്ടോ? നിഖിൽ ബ്രോ അവിടെ ഉണ്ടോ? ആസ് എ ഫോറക്സ് ട്രേഡർ നിങ്ങൾക്ക് ഡിഫറെന്റ് രീതിയിലുള്ള വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു ബി ഫ്രാങ്ക് മാർക്കറ്റിനകത്തുണ്ട്. ഓക്കെ, അത് പല ആളുകളും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇപ്പൊ മിക്ക ആളുകളും ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കോഴ്സ് എടുത്തതിന് ശേഷം കുറച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ട്രേഡിംഗ് പഠിപ്പിക്കാൻ ഇറങ്ങും. ഓക്കെ, ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷെ ലിമിറ്റേഷൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് വരുന്നത്. ആ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ചെയ്യുന്നത് പ്യൂർ ബിസിനസ് മൈൻഡിൽ കാണുവാണെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയും ബാധകമല്ല. നിങ്ങൾക്ക് കസ്റ്റമർ വന്ന് ചോറ് പോലെ ഒഴിവാക്കാം, പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആ ബിസിനസിന്റെ കൂടെ അതൊരു പാഷനായിട്ട് കൊണ്ടുപോകുമ്പോൾ ഡെഫിനറ്റ്ലി ഓരോ കസ്റ്റമേഴ്സും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടീച്ചിങ്ങിലേക്ക് കൺവേർട്ട് ആകുന്നതിന് പകരം നിങ്ങൾക്ക് പിന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണ് കോപ്പി ട്രേഡിംഗ്. ഓക്കെ, സോ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആസ് എ ഫോറക്സ് ട്രേഡർ നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ മുന്നിൽ ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് കോപ്പി ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ നല്ലതുപോലെ നിങ്ങളുടെ സ്ട്രാറ്റജി വെച്ച് ട്രേഡ് ചെയ്യുന്നതിന് ജസ്റ്റ് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന സെറ്റപ്പിനകത്ത് നിങ്ങൾ കോൺഫിഡന്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ജസ്റ്റ് പറഞ്ഞാൽ മതി, ഞാൻ അതിന്റെ ഗൈഡ്ലൈൻസ് കാര്യങ്ങളെല്ലാം തരാം. ഓക്കെ, സോ ഈ ഇൻവെസ്റ്റർ അക്കൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റർ അക്കൗണ്ട് നമുക്ക് FX ചെയ്യാം, ഇനി അതല്ല നമുക്ക് XML ചെയ്യാം. XML നമുക്ക് അസോസിയേഷൻ ഉണ്ട്, നമ്മൾ 1-2 സ്റ്റുഡൻസ് XML ചെയ്യുന്നുണ്ട്. ഓക്കെ, XML ചെയ്യാം. സോ നിങ്ങൾക്ക് FX ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം FX ചെയ്യാം, പ്ലസ് നിങ്ങൾക്ക് XML ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മിക്ക എല്ലാ ബ്രോക്കേഴ്സിനകത്തും ചെയ്യാം. ഇത് രണ്ടും ഞാൻ പറയാനുള്ള കാരണം വെച്ചാൽ XML നിങ്ങൾക്ക് കോപ്പറേറ്റ് ട്രേഡിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഡെഡിക്കേറ്റഡ് അക്കൗണ്ട് മാനേജറിനൊക്കെ വേണമെങ്കിൽ നെക്ലസ് ചെയ്തുതരാം. FX ഞാൻ ചെയ്തുതരാം. പക്ഷെ എന്തുകൊണ്ട് എന്റെ കീഴിൽ നിന്നുള്ള അധിക പേരും ചൂസ് ചെയ്യുന്ന XML വെച്ചാൽ XML ഇൻവെസ്റ്റർ വരും. ഓക്കെ, നിങ്ങളാണ് അവിടെ എന്താ വരുന്നത്, ഇൻവെസ്റ്റർ ഇതായിട്ട് വരുന്നത്. എന്തായാലും പേരുണ്ടല്ലോ,
ഞാൻ നെയിം വിട്ടുപോയി. നിങ്ങളെ ട്രേഡാണ് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്, കോപ്പി ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നമുക്ക് എന്ത് വിളിക്കാം, ഹെഡ് എന്ന് വിളിക്കാം. ഓക്കെ, സപ്പോസ് നിങ്ങളെ നമുക്ക് ഹെഡ് എന്ന് വിളിക്കാം എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ നിങ്ങളെ ഹെഡിന് എഫ്എക്സ് ടീം ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഇൻവെസ്റ്റ്മെന്റ് $1,000 വേണം നിങ്ങൾക്ക് ഹെഡ് ആവണമെങ്കിൽ. നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ആണോ? നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് $1,000 മിനിമം വേണം, എന്നാലേ നിങ്ങൾക്ക് എന്താവാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റർ ഹെഡ് ആവാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷെ എക്സാമിൽ നമുക്ക് $200 മതി. $200 നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യാം, എക്സാമിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ എക്സാമിന്റെ ഡ്രോബാക്ക് ഞാൻ കണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സാമിൽ സ്പ്രെഡ് കൂടുതലാണ്. ഓക്കെ, യൂറോ USD നമുക്ക് 0.8 പിപ്പൊക്കെ എന്ത് വരുന്നുണ്ട്, സ്പ്രെഡ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ മെയിൻലി ചെയ്യുന്ന സമയത്ത് എക്സാമിൽ ചെയ്യുന്ന അധികം ആളും ചെയ്യുന്ന ഈ 1 hour സെറ്റപ്സ് ഒക്കെയാണ് അധികം ചെയ്യുന്നത്. അതുപോലെ 50 minute ഡാറ്റ എൻട്രീസ് ഒക്കെയാണ് പിള്ളേർ അധികം ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അധികം എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന ആളുകൾക്ക് എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പം സ്പ്രെഡ് ഉണ്ട്, എഫക്സിമിൽ എന്തില്ല, സ്പ്രെഡ് കുറവാണ്. മിനിമം ക്യാപിറ്റൽ എന്താണ്, $200 ആണ്. അപ്പം ബിഗിനർക്ക് എപ്പോഴും പോസിബിൾ ആയാലും എന്താണ് ഇത് ചെയ്യില്ല. എക്സം ബ്രോക്കർ ആണ്, ഇന്റർനാഷണൽ ബ്രോക്കർ ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, $200 വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റർ ഐ ഡി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റർ ഐ ഡി വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കീഴിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരുപാട് ആളുകളെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഇൻവെസ്റ്റർ ഐ ഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻവെസ്റ്റർ ഐ ഡിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാവും. ഓക്കെ, ആ പ്രൊഫൈലിൽ നിങ്ങൾ ഇപ്പൊ നിലവിൽ ചെയ്യുന്നത് നിന്റെ ഫ്രണ്ട്സിന് ട്രേഡ് ചെയ്താൽ കൊള്ളാം, പക്ഷെ സമയമില്ല. അവരെ കൊണ്ട് എന്ത് ചെയ്യാം, നിനക്ക് $100 എന്ത് ചെയ്യാം, അല്ലെങ്കിൽ $50 പോസ്റ്റ് ചെയ്യിക്കാം. ഓക്കെ, സെയിം അടുത്ത ആൾ $100. ഓക്കെ, സെയിം അടുത്ത $100 അല്ലെങ്കിൽ $50. നിനക്ക് മാത്രമേ $200 മാൻഡേറ്ററി ഉള്ളൂ. പക്ഷെ ഇൻവെസ്റ്റർക്ക് അല്ലെങ്കിൽ ഇന്ന് കോപ്പി ചെയ്യുന്ന ആർക്ക് വേണമെങ്കിൽ എത്ര എമൗണ്ട് വേണമെങ്കിലും എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഇതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നീ വൺസ് ഇവര് ഓരോ ട്രേഡ് എക്സിക്യൂട്ട് ആവുമ്പോഴും ഈ ഇവരുടെ ടോട്ടൽ പ്രോഫിറ്റ് 30% നിനക്ക് എന്ത് ചെയ്യും, പ്രോഫിറ്റ് കയറും. ഓക്കെ, അപ്പൊ അവർക്ക് കിട്ടണത് എങ്ങനെയിരിക്കും? അവർക്ക് 70 കിട്ടുള്ളൂ. അവർക്ക് 70 കിട്ടുള്ളൂ. അത് അങ്ങനത്തെ റൂള് നമ്മൾ കൊടുത്തിട്ടാണ് അവരൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും നമ്മൾ അവരെ ജോയിൻ ചെയ്യിപ്പിക്കണല്ലേ? അത് നമ്മൾ പറഞ്ഞില്ല. നമ്മൾ എടുക്കുന്ന പണിക്ക് നമുക്ക് റിവാർഡ് വേണ്ടേ, പൈസ വേണം അല്ലേ? നമ്മള് ജോലി അവർക്ക് അവര് പൈസ ഇങ്ങനെ എടുക്കാൻ നമ്മള് സർവീസ് ഒന്നുമല്ലല്ലോ ചെയ്യുന്നത്. അപ്പോ നിനക്ക് നിന്റെ ഇത് കോപ്പിയിലേക്ക് അല്ലെങ്കിൽ നിന്റെ മാസ്റ്റർ അക്കൗണ്ടിലേക്ക് ആളുകളെ കോപ്പി ചെയ്യാൻ ഉണ്ടോന്ന് നിനക്ക് എന്താ അതിന്റെ പ്രോഫിറ്റിന്റെ 30% നിനക്ക് എന്താ ഗെയിൻ ചെയ്യാം. ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നീ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടില്ല അല്ലേ? ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇൻവെസ്റ്ററുടെ ക്യാപിറ്റൽ 11% ആക്കി കഴിഞ്ഞാൽ അവരുടെ 1% ടോട്ടൽ ഞാൻ റിസ്ക് ചെയ്യുന്നത്, ഞാൻ അവരുടെ അഗ്രിമെന്റ് വെച്ചാൽ 10% വരെ റിസ്ക് ഇൻവെസ്റ്റർ ലയബിൾ ചെയ്യണം. അതിൽ കൂടുതൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, ലയബിൾ ചെയ്യുള്ളൂ. അത് മന്താണ്. അപ്പൊ ഈ അഡീഷണൽ വരുന്ന 1% ഞാൻ അവർക്ക് എന്ത് ചെയ്യണം, കൊടുക്കണം. ഓക്കെ, അത് ആ മന്തിൽ പ്രോഫിറ്റ് ലായതിന്റെ കുഴപ്പമൊന്നുമില്ല. മന്തിൽ ഇതിന് 10% താഴെയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, ഞാൻ റിസ്ക് ലയബിൾ ചെയ്യണം. പക്ഷെ ഇവിടുത്തെ കേസിൽ എനിക്കൊരു റിസ്കും ഇല്ല. നീ ഇപ്പോൾ നിന്റെ ഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്യുന്ന വെച്ചോ, നിന്റെ ഫ്രണ്ടിനോട് പറഞ്ഞാൽ ഇങ്ങനെ ട്രേഡിംഗ് നിന്റെ പൈസ എനിക്ക് തന്നാൽ ഞാൻ ട്രേഡ് ചെയ്താൽ പറഞ്ഞാൽ ഇൻ കേസ് അക്കൗണ്ട് ലോസ് പോയാൽ നീ അവനോട് ഉത്തരം പറയാം, നിന്റെ പുറകെ നിന്ന് വെറുപ്പിക്കല്ലേ. അതാണ് മിക്ക ആളുകൾക്ക് ഈ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്ന മിക്ക ആളുകൾക്കും പ്രശ്നം. അതിന് ഒരു ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് 10% അവർക്ക് കൊടുത്തിട്ട് നിനക്ക് 90% നിനക്ക് എന്ത് ചെയ്യാം, റിവാർഡ് എടുക്കാൻ പറ്റും. അവിടെ റൂൾ ഡിസൈഡ് ചെയ്യുന്നത് നീയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് 30% മാത്രം നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നീ ആരും കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിനക്ക് നല്ലൊരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഉണ്ട്, നിനക്ക് നല്ല സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ പ്രൊഫൈലിൽ നിനക്ക് നിന്റെ പ്രോഗ്രാംസ് അവരെ മുന്നിലേക്ക് എന്ത് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കോപ്പി ഷെയറിംഗ് ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണേൽ എന്റെ മാസ്റ്റർ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ഞാൻ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, കോപ്പി ചെയ്താൽ മതി. മിനിമം ഇൻവെസ്റ്റ്മെന്റ് റൂൾ സെറ്റ് ചെയ്യാം. 75 or 50 റൂൾ എനിക്ക് മിനിമം ഇൻവെസ്റ്റ്മെന്റ് സെറ്റ് ചെയ്യാം. വൺസ് ആ ഒരു റൂൾ ആക്സെപ്റ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഫിറ്റ് 70% എനിക്ക് കിട്ടും, 30% കിട്ടും. എക്സമിൽ 30% കൺഫേം ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എഫ്എക്സിൽ 30%, എക്സമിൽ ഇനി 50% ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷെ ഇങ്ങനെ ഫെസിലിറ്റി ഉണ്ട്. ഇത് നിങ്ങൾക്ക് മണി റൈസ് ചെയ്യാൻ ഒരു നല്ല ഓപ്ഷനാണ് അല്ലേ? നിങ്ങൾ പ്രോഫോംസിനെ പുറകെ ചാടിപ്പോകേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെയും ചെയ്യാം. നോക്ക്, അറ്റ്ലീസ്റ്റ് $100 റിസ്ക് ചെയ്യാൻ താല്പര്യം ആളുകൾ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടാവില്ലേ, മെജോറിറ്റി ആളുകളും. അവർക്ക് ട്രൈ ചെയ്യാലോ. നീ അഗ്രസീവ്